ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കുക. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ നിലനിൽപ്പും സമാധാനവും ശാന്തിയും നിങ്ങളെ നൽകണം. നിന്റെ വിജയമുള്ള സ്ത്രീവ രാമപദത്തിൽ താവലായിരിക്കണം. നാദാവചനം പറയുവാൻ കഴിവിടണമേ, കേൾക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ. വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നേ മറക്കാത്ത സ്നേഹം. തോരാപ്പനം നീയുമായിക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോഴവനെ വാരിപ്പുണർന്നു വാത്സല്യ ചുംബനമേ. അപ്പോഴവനെ വാരിപ്പുണർന്നു വാത്സല്യ ചുംബനമേ. തെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവൻ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആനന്ദമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എന്റെ ആശ്വാസധാരയായി വന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരൻ സ്നേഹിക്കുകയും ആ സ്നേഹബന്ധത്തിന്റെ ചങ്ങലകളിൽ നിന്നും ദൈവികമായ സ്പർശനമായി സൂക്ഷിച്ച് ഈ കൺവെൻഷന്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന മാനപ്പെട്ട മാത്യു ജോർജ്, അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന വൈദിക പ്രത്യേകത അറിയാവുന്ന അച്ഛന്മാരാണ്. മാർത്തോമസഭയിലെ അച്ഛന്മാരെ യോഗയ്ക്ക് അറിയാം. എല്ലാ പേരുകളും ഓർമ്മയില്ലെങ്കിൽ ഓരോ അച്ഛന്മാരും കടന്നു വന്നിരിക്കുമ്പോൾ പ്രബോധന ശുശ്രൂഷിക്കുന്ന ഒരു നല്ല പവറുണ്ട്. ഇത്രയും പ്രിയപ്പെട്ട വൈദികരുടെ മുമ്പിൽ കണ്ടപ്പോഴും ആ ഒരു ആത്മീയ ചൈതന്യം നന്നായി അറിയുന്നു. മുഖസ്തുതി ഒരു പാവമാണെന്ന് കുർബാനകൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സിനോഡ് കമ്മീഷനുമുണ്ട്, സിനോഡ് ഒമിഷനുമുണ്ട്. പറയാതിരുന്നാലും പാവം, പറഞ്ഞാലും പാവം. നല്ല കാര്യം പറയണം. ഞാൻ കൊല്ലത്തിൽ ഞാൻ കണക്ട് ചെയ്യുന്ന കൂട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രോഗ്രാമിന്റെ വീഡിയോ വെച്ച് അയച്ചു തന്നു. അന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നും 3 പാട്ട് ഞാൻ റൂമിൽ നിന്ന് കേട്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ പാടുന്ന ചെറിയൊരു ക്ലാപ്പ് കൊടുക്കാൻ സന്തോഷം. അങ്ങനത്തെ ഒരു വിധമൊക്കെ വളരെ ഭംഗിയായി ശ്രുതി തെറ്റാതെ പാടുന്ന കേട്ടപ്പോൾ തന്നെ ഒരു വലിയ ആത്മീയ സന്തോഷം. ഇതുപോലെ കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നീ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു? ആവർത്തിച്ച് പറയുന്ന ഒരു മലയാളികളുടെ സംസ്കാരം എപ്പോഴും ഓരോരുത്തരും എപ്പോഴും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉള്ള സമയം നഷ്ടപ്പെടാതെ നമ്മുടെ പ്രബോധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഒരു കാര്യം ഓർക്കണം, ഈ തിരുവചനം വാങ്ങിപ്പോയ വൈദികരെ ഓർത്ത് സെതറ വായിക്കുമ്പോൾ എന്ന് ചൊല്ലുന്നത്, കർത്താവേ നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ അഗ്നിക്കണക്കാനുകൾക്ക് വിട്ടുകൊടുക്കരുത്. തിരുവചനം നന്നായി സൂക്ഷിച്ചു നോക്കുക. അതുപോലെ തന്നെ തക്സായ മറ്റൊരു കാര്യമുണ്ട്, കർത്താവേ സത്യവിശ്വാസം ശരിയായി പഠിപ്പിക്കുന്ന ഇടയനായ സഭയിൽ എഴുന്നേൽപ്പിക്കണം. അതിന് പലപ്പോഴും നമുക്ക് വരുന്ന അബദ്ധം, ഒരുപാട് തിരുവചനങ്ങൾ കേട്ടിട്ട് ഇതിന്റെ മർമ്മം പലപ്പോഴും മറന്നു പോകും. നമസ്കാരത്തിൽ പറയാറുള്ള കർത്താവേ ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ
എന്റെ മനോനയങ്ങളെ പ്രകാശിപ്പിക്കണം. പലപ്പോഴും നമ്മൾ ഈ തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ ശരിക്കും അതിന് ആഴമായ അർത്ഥം നന്നായി ഗ്രഹിച്ചാൽ നമുക്കൊരിക്കലും തിരുവചനം അതിന്റെ സത്യം നമ്മൾ വിട്ടുപോകില്ല. എന്റെ മൊബൈലിൽ ജയവേട കമ്പിയുടെ പരിഭാഷപ്പെടുത്തിയ 2450 പ്രസംഗം കിടക്കണം. ഞാൻ എനിക്കും എല്ലാ രാത്രിയിലും പ്രഭാതത്തിലെല്ലാം ഞാനത് വായിച്ചാണ് വന്നാകുന്നത്. എനിക്കത് കേട്ടില്ലെങ്കിൽ ഒരു മൂന്നര ഇല്ലാതെ ഒറ്റ കാര്യമാണ്, നമ്മൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ എപ്പോഴും സത്യവിശ്വാസം ശരിയായി പഠിക്കണം. സഭയിൽ പുരോഹിതന്മാർ അവർ നമ്മൾ എടുക്കുന്ന ഓരോ അടിസ്ഥാനപരമായ ആ സത്യം മനസ്സിലാക്കി മാത്രമേ ഈ തിരുവചനം പഠിക്കാവൂ. ഇല്ലെങ്കിൽ മുറിവാക്യം എടുത്ത് പഠിച്ചാൽ ബൈബിളിൽ തന്നെ വിരുദ്ധതകളുണ്ട്. യേശുക്രിസ്തു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. തിരുവചനത്തിൽ തന്നെ പറയുന്നത് സമാധാനമല്ല ഞാൻ വാളത്തിൽ എടുക്കാൻ വന്നിരിക്കുന്നത്. തിരുവചനത്തിൽ വീണ്ടും പറയുന്നു എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൗലോസ് പറഞ്ഞു എപ്പോഴും സന്തോഷിക്കുകയും. അപ്പൊ ഓരോന്നിനും ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്. ഉദാഹരണം കൂടി പറഞ്ഞ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കും. കൊട്ടാരക്കരയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ അത് കൂട്ടി. അതിന്റെ പേര് മണ്ണിൽ ഹോസ്പിറ്റൽ. ഞാൻ ഏതാണ്ട് ഒരു 11 വർഷം മുമ്പ് അവിടെ സുഖമില്ലാതെ 3 ദിവസം അഡ്മിറ്റായിട്ട് കഴിഞ്ഞു. അന്ന് ഞാൻ തക്കാഴി പള്ളിയുടെ വികാരിയായിരുന്നു. അപ്പോൾ എന്റെ പള്ളിയിൽ ഈ പത്തനംതിട്ട ഭാഗത്ത് ഇവിടെ നാം ഓർമ്മയില്ല, കുറെ പേര് വിവാഹം നിശ്ചയിച്ച് അവിടെ വന്ന് ഇവിടുത്തെ ട്രസ്റ്റി അവിടെ ഈ പത്തനംതിട്ടക്കാരെ ചോദിച്ചു ഇവിടുത്തെ വികാരിയെ. ട്രസ്റ്റി പറഞ്ഞു അച്ഛൻ സുഖമില്ലാതെ മണ്ണി കിടക്കുവാണ്. ഈ മണ്ണി കിടക്കുന്നതിന്റെ കോണ്ടക്സ്റ്റ് ആർക്കറിയാം? പട്ടാഴിക്കാർക്ക് നിങ്ങൾക്കറിയാം. ഇതുപോലെയാണ് ദൈവമക്കളെ സെമിനാരിയിൽ ആദ്യം ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്. ബൈബിളിനേക്കാൾ കൂടുതൽ ഇതെന്ത് സന്ദർഭത്തിൽ ആർക്കു വേണ്ടി എവിടെ. അതുകൊണ്ട് തിരുവചന മർമ്മങ്ങൾ പലപ്പോഴും അതിന്റെ ഗ്രാഹ്യം മനസ്സിലാക്കാതെ അവിടെ എവിടെ പോയി പഠിച്ച് തലതിരിഞ്ഞു പോകരുത്. ദൈവികമായി പ്രാർത്ഥിച്ച് നന്നായി നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന ഓരോ പ്രബോധനങ്ങളും നന്നായി നമ്മുടെ മനസ്സിനെ സ്പർശിക്കുമ്പോഴതിന് യാതൊരു സംശയമില്ല. അച്ഛനോട് ഭാരതത്തിൽ പറഞ്ഞ ഭൂമികൾ കണക്ട് ചെയ്ത ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇത്രയും പേര് വന്നെങ്കിലും എന്റെ ഒരു ചെറിയ ചിന്താഗതി ഉണ്ടായിരുന്നു. ധാരാളം പേർ ദൈവത്തെ അറിയാതെ ദേവാലയമായിട്ടും അതിനെ സൂക്ഷിച്ച് അകന്ന് നടക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ മറിച്ചൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. ഇന്നും ആരും അറിയാതെ നന്നായി ദൈവത്തെ അറിഞ്ഞ് ദൈവജനം വായിച്ച് നന്നായി ജീവിക്കുന്ന ധാരാളം പേർ എല്ലാ സഭകളിലും തിരുമേനിമാരായി വൈദികരായ അൽമായരായ ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയുടെ പവർ കൊണ്ടാണ് ഈ ലോകം കഴിയാത്തത്. കരണ്ടിന് ശബ്ദമില്ല. കരണ്ട് കൊണ്ടുപോടുന്ന ഫാനും ഫ്രിഡ്ജും ഒക്കെ തന്നെ ഭയങ്കര സൗണ്ടുണ്ട്. ഇതുപോലെ നിശബ്ദമായി ആരും അറിയുന്നത് നമുക്കറിയാമോ. ഇന്നും ലോകത്തിൽ ആരും അറിയപ്പെടാതെ ആത്മീയമായി രഹസ്യമായി പ്രാർത്ഥിച്ച് മണ്ണറിഞ്ഞു പോയ ധാരാളം പേർ എല്ലാ മതങ്ങളിലും എല്ലാ സഭകളിലും. ഞാൻ സെമിനാരിൽ പോകുമ്പോൾ എന്റെ ഡയറിയിൽ എന്നെ സെമിനാരിൽ വിട്ട ഒരു അച്ഛൻ എഴുതി തന്ന ഒരു വരിയുണ്ട്. ഇപ്പോഴും ഞാൻ ആ വരി പറഞ്ഞില്ല. ഹഡ്സണിൽ എന്ന വരിയാണ്. മോനെ, പ്രശസ്തനായി വിശ്വസ്തനായി തീരണം. പ്രശസ്തനാകാൻ ആർക്കും സാധിക്കും. പക്ഷെ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ രഹസ്യകാലത്ത് തന്നെ കുറ്റമില്ലാത്തവനാണ് തീർക്കണമേ. പ്രകാരം ആത്മീയ അനുഭവം ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ വേദഭാഗം വായിച്ച ശ്രദ്ധയിലാണ് 2 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഒരു പക്ഷേ നിങ്ങൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ മനസ്സിലാക്കി. യൂട്യൂബിൽ ഒരു ഭാഗം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മുൻപിലൂടെ ഇരിക്കരുത്. നമുക്ക് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് അറിയാം. പക്ഷെ ഈ വേദഭാഗം എനിക്ക് തോന്നുന്നു അത്ര പരിചയമാണോ എനിക്ക് സംശയം. അതുപോലെ നോട്ട്സ് എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ നിർബന്ധമൊന്നുമില്ല. എഴുതിക്കും. പക്ഷെ എഴുതിയിട്ട് ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ ഫേസ് എന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യമുള്ള തൊഴിൽ മാത്രം കുറിച്ച് വെച്ചു. നമ്മൾ സീരിയലൊന്നും കാണുമ്പോൾ ആരും ഒത്തിരി കുറിക്കാറില്ല. പക്ഷെ അത് ഒരു വരികളും നമ്മൾ മറക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുമ്പം കൃത്യമായിട്ട് നമ്മൾ നോക്കിയേണ്ട പോയിന്റ് ശ്രദ്ധിച്ചിരുന്നത് ഞാൻ ആദ്യം ഈ പറയുന്ന ആദ്യത്തെ 15 മിനിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഫോളോ കിട്ടി. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഭവനങ്ങളിൽ പോയി 2-3 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ വേദഭാഗത്തിന്റെ പുറകോട്ട് 2 അധ്യായം മുന്നിലോട്ട് 2 അധ്യായം വായിച്ചാൽ ഞാൻ പറയുന്നതിന്റെ ഇരട്ടി ആശയങ്ങൾ നമുക്ക് ദൈവത്തോട് ഞാൻ പറഞ്ഞത്. ഇതത്ര പരിചയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു 15-20 മിനിറ്റോളം നല്ല ശ്രദ്ധയോടെ പിന്നെ ഒരു നല്ല ഫ്ലോയിൽ മനസ്സിലാക്കിയത്.
2 ശമൂവേൽ 1:20 ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ പാടരുത്, ഫെലിസ്ത്യൻ ധന്യമാ രസിക്കരുത്. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ പാടരുത്, ഫെലിസ്ത്യൻ ധന്യമാ രസിക്കരുത്. സഹോദരങ്ങളെ, തൊട്ടു മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ 3 വരെ ദാവീദ് രാജാവിന്റെ ഒരു ധനുഗീതമാണ് ഈ 3 വരെ. ഗത്തും അസ്കലോനും, ഞാൻ എന്റെ പശ്ചാത്തലം പറയാം. ഗത്തും അസ്കലോനും വിജാതികളുടെ 2 സ്ഥലമാണ്. ശിംശോന് ശക്തി കിട്ടിയ സ്ഥലമാണ് ഗത്ത്. ശിംശോൻ വീണുപോയ സ്ഥലമാണ് അസ്കലോൻ. ഇനി എന്താണ് നമ്മൾ ധാരാളം പാട്ടുകൾ പാടുന്നുണ്ട്. സങ്കീർത്തനം തന്നെ പലതായി തിരിയുന്നുണ്ട്. യാഹോവേ ഗീതം, രാജകീയ ഗീതം, സിയോൻ ഗീതം, വിലാപ ഗീതം, അനുതാപ ഗീതം. ഇപ്പം തന്നെ നമ്മൾ ഗായസംഘം പാടുന്നു, സുവിശേഷ ഗീതങ്ങൾ. പക്ഷെ ഈ ഗീതത്തിന് പേരുണ്ട് ധനുഗീതം. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ പാടരുത്, ഫെലിസ്ത്യൻ ധന്യമാ രസിക്കരുത്. എന്താണ് ഈ ധനുഗീതത്തിന്റെ പശ്ചാത്തലം? ഞാൻ പറഞ്ഞു, ദാവീദ് രാജാവിന്റെ വിലാപഗീതമാണ് ഈ ധനുഗീതം. ഗത്തും അസ്കലോനും വിജാതികളുടെ സ്ഥലമാണ്. ശിംശോൻ വീണുപോയ സ്ഥലം, ശിംശോന് ശക്തി കിട്ടിയ സ്ഥലമാണ്. ഈ പശ്ചാത്തലങ്ങളോടൊപ്പം തന്നെ ഇതിന്റെ കോൺടെക്സ്റ്റ് കൂടി മനസ്സിലാക്കാം. ശൗലും ദാവീദും 2 പേരും യഹോവയുടെ അഭിഷിക്തന്മാരാണ്. 2 പേരും ജനത്തെ നയിച്ചവർ. ഇനി ശൗലിന് 4 പ്രത്യേകത 1 ശമൂവേൽ 1-ാം പറയുന്നു. 1, സുന്ദരനാണ്. 2, കോമളനാണ്. ശൗലിനോളം തോളിൽ പൊക്കമുള്ളവർ ആ ദേശത്ത് ആരും ഇല്ലായിരുന്നു. എവിടെ പോകുമ്പോഴും ശൗലിന് മുൻപടയായി പടയങ്കി ധരിച്ചു ധാരാളം പടയാളികൾ മുൻപടയായി ആഘോഷത്തോടെ. എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ശൗൽ. എന്നാൽ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ 6 ഗ്രന്ഥങ്ങളുണ്ട്. തോബിത്തിന്റെ പുസ്തകം, യൂഥിന്റെ പുസ്തകം, മക്കാബി 1-2, ജ്ഞാന പുസ്തകം, പ്രഭാഷണന്റെ പുസ്തകം. ഈ പ്രഭാഷണന്റെ പുസ്തകത്തിൽ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു വരിയുണ്ട്. ആരെയും മരണം വരെ ഭാഗ്യവാനെന്ന് വിളിക്കും. ഒരു മനുഷ്യന്റെ മരണം കൂടി കണ്ടിട്ട് അവനെ ഭാഗ്യവാനെന്ന് വിളിക്കാവൂ. ശൗൽ സുന്ദരനാണ്, കോമളനാണ്. ശൗലിന്റെ പടയങ്കി വേറെ ആർക്കും പാവമല്ല. എവിടെ നിന്നാലും ശ്രദ്ധിക്കപ്പെടും. നമുക്ക് തന്നെ അറിയാം. ഒരു പള്ളിയിലോ പൊടിലോകത്തിലോ എവിടെങ്കിലും പൊതുവേ നിറവും മണമൊക്കെ ഉള്ളവരെ കണ്ടാൽ പെട്ടെന്ന് വ്യക്തിത്വമുള്ള വ്യക്തികളാണ് പറയുന്നത്. എന്നാൽ സെക്രട്ടറികൾ പറയുന്നത് വാട്ട് ഇസ് പേഴ്സണാലിറ്റി. ഒരാളുടെ നിറം കണ്ടല്ലാതെ വ്യക്തിത്വം പറയുന്ന കറുപ്പായാലും വെളുപ്പായാലും ഒറ്റ വരിയിൽ പറഞ്ഞാൽ സം ടോട്ടൽ ബിഹേവിയർ പേഴ്സണാലിറ്റിയാണ്. ഒരാളുടെ വ്യക്തിത്വം അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവിക വെളിച്ചത്തിലൂടെ കടമെടുക്കുന്ന സ്വർഗീയ രൂപത്തിലൂടെയാണ്. അതായത് ഹാർട്ട് ടു ഹാർട്ട് ആൻഡ് ഹാർട്ട് ടു ഫേസ്. ശൗൽ സുന്ദരനും കോമളനും ഒക്കെയായിരുന്നു. പക്ഷെ ശൗലിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനം ശ്രദ്ധിക്കുക. ശൗലിൽ ഒരു പുരാത്മാവുണ്ട്. കാരണം സ്ത്രീകൾ ഈ ശൗലിനെയും ദാവീദിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു പാടുപാടി. ആ പാട്ട് എല്ലാവർക്കും അറിയാം. ശൗൽ 1000 ദാവീദോ 10,000. ദൈവമക്കളെ, ഇതാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനം. ശൗൽ 1000 ഏവർക്കും അറിയാം. ശൗൽ 1000 ദാവീദോ 10,000. അന്ന് മുതൽ ദാവീദിനെ പ്രശംസിച്ചുകൊണ്ട് സ്ത്രീകൾ പാടിയതോടുകൂടി ശൗലിന് ദാവീദിനോട് അസൂയ. ഈ കുമ്പസാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെ നശിപ്പിക്കുന്ന മരണകരമായ 3 പാപങ്ങളുണ്ട്. എന്തെല്ലാമാണ് അറിയാം? 1, അഹങ്കാരം. 2, അന്യന്റെ ഉയർച്ചയിലുള്ള അസൂയ. 3, എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം. ഇത് 3 പാപമല്ല, മരണകരമായ പാപമാണ്. അതിൽ ആദ്യത്തേതാണ് അഹങ്കാരം. യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് ദൈവം നിങ്ങളോട് എതിർത്ത് നൽകും. ദൈവമക്കളെ, ആരെ വേണമെങ്കിലും ഏത് മതത്തിൽ വേണമെങ്കിലും എടുത്തു നോക്കിക്കും. എന്തെങ്കിലും കാറോ വണ്ടിയോ ഭവനമോ വസ്ത്രങ്ങളോ കൂടുമ്പോൾ, പണം കൂടുമ്പോൾ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതാ പ്രാരംഭത്തിൽ പറഞ്ഞത്, ആരെയും മരണം വരെ ഭാഗ്യവാനെന്ന് വിളിക്കരുത്. നമ്മളെ നശിപ്പിക്കുന്ന മന്ത്രങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. നമ്മളെ നശിപ്പിക്കുന്ന മരണകരമായ 3 ഭാഗങ്ങൾ. 1, അഹങ്കാരം. 2, അന്യന്റെ ഉയർച്ചയുള്ള അസൂയ. ഇവിടെ അതിജീവിച്ചിരിക്കുന്നു, ഫ്രണ്ടിൽ വൈദികരിക്കുന്നു. ഓരോ വൈദികനും ഉയർന്നു വരാനേ പ്രാർത്ഥിക്കാവൂ. ഒരച്ഛന്റെ തളർച്ച, ഒരു വൈദികന്റെ നാശം, ഒരമ്മയുടെ കുടുംബത്തിന്റെ നാശം ദൈവമക്കളെ നമ്മൾ ആഗ്രഹിക്കരുത്. എന്റെ ബാല്യകാലത്ത് ഒരു സുവിശേഷൻ പത്മസഭയാണ്. ഞങ്ങളെല്ലാം ബൈബിൾ പഠിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്ഥിരം പറഞ്ഞ സിമ്പിളായ യോഗ്യതയുണ്ട്. കുഞ്ഞെ, നിന്റെ അയൽപക്കത്ത് ഒരാൾ നന്നായി കിടന്നാൽ നിന്നോട് കടന്നു ചോദിക്കുന്നു. മനസ്സിലായില്ലേ? നിന്റെ അയൽപക്കത്ത് ഒരാൾ നന്നായി കിടന്നാൽ
അസൂയിക്കില്ല. ഒരിക്കലും വേറൊരാൾ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. ഇവിടെ സ്ത്രീകളൊക്കെ പാടിയതേ ഉള്ളൂ. ശൗൽ 1000 ദാവീദോ 10,000. അന്ന് മുതലാണ് ശൗലിന് ദാവീദിനോട് അസൂയ തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്. മരണകരമായ 3 പാപങ്ങൾ. 1 അഹങ്കാരം, 2 അന്യന്റെ ഉയർച്ചയുള്ള അസൂയ, 3 എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ബോധ്യം. നമ്മുടെ എല്ലാ സുവിശേഷ യോഗങ്ങളിലും നമ്മൾ എടുത്തു പറയുന്ന ഒരു മാനസാന്തരം. ദൈവമക്കളെ, ഒരു വലിയ നോയമ്പ് കഴിഞ്ഞാൽ, ഒരു ക്രിസ്മസ് നോയമ്പ് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സുവിശേഷ യോഗങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് പോവുകയല്ല. പിതാക്കന്മാർ പറയാറുണ്ട്, ലിറ്റററി ആഫ്റ്റർ ലിറ്റററി. നീ ആരാധനയ്ക്ക് ശേഷം പഴയതിലേക്ക് പോകരുത്. സങ്കീർത്തനം ആദ്യം എഴുതുന്നത് 1 അല്ല 90. എന്തിനാണ് 1-ാം സങ്കീർത്തനം ആദ്യം കൊടുത്തിരിക്കുന്നത്? നീ തിരുവചനം കേട്ടിട്ട് പിന്നീട് നിൽക്കരുത്, ഇരിക്കരുത്, നടക്കരുത്, ആ വഴി പോകരുത്, ആ വഴി തിരിക്കരുത്, അത് നീ പറയരുത്. അരുതുകളാണ് ദൈവമക്കളെ ക്രൈസ്തവ സാക്ഷി. ഇവിടെ ഓർക്കുക, അന്യന്റെ ഉയർച്ചയുള്ള അസൂയ, എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കുന്നുള്ള ബോധ്യത്തോടെ വീണ്ടും വീണ്ടും ചെയ്യുന്ന 3 മരണകരമായ പാപമാണ്. വീണ്ടും നമുക്ക് മനസ്സിലേക്ക് വരാം. ഇവിടെ ഇതാ അസൂയ കൊണ്ടിട്ട് ശൗൽ 3 പ്രാവശ്യമാണ് ദാവീദിനെ ചുവരിനോട് ചേർന്ന് കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഇവിടെ ഒന്നും ദാവീദ് പ്രതികാരം ചെയ്തതിന് മാത്രമല്ല, അവിടെ എല്ലാം ഒഴുകി മാറി പോവുകയാണ്. നമ്മൾ തന്നെ ഈ മസമൂറ എല്ലാ ദിവസവും ചൊല്ലുന്നത് 91. നിന്റെ ഒരു ഭാഗത്ത് 1000, നിന്റെ വലത് ഭാഗത്ത് 10,000 വീഴും, എങ്കിലും അവർ മുന്നിലേക്ക് അടുത്തിരിക്കും. നമ്മൾ എത്ര ദൈവത്തെ വിളിച്ചാലും പ്രാർത്ഥിച്ചാലും നമ്മൾ അതിനും അറിയാതെ ധാരാളം ശത്രുതയും പ്രതികാരത്തിനുള്ള ധാരാളം പേര് തിരുവചനം പറയുന്ന പ്രതികാരം യഹോവയ്ക്ക്. ദാവീദ് യാതൊരു പകയും ചെയ്തില്ല, ഒരു തരത്തിലുള്ള വിരോധവും ശൗലിനോട് കാണിച്ചില്ല. എന്നാൽ 1 ശമൂവേൽ 31:9 മുതൽ നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കണം. 1 ശമൂവേൽ 31:9 മുതൽ താഴോട്ട് പറയുന്നത്, യഹോവയുടെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെ അന്ത്യം അതിദാരുണമായി പോയി. അതായത് അവർ അവന്റെ തല വെട്ടി അവന്റെ ആയുധം അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രത്തിലും ജനത്തിനിടയിൽ വർത്തമാനം അറിയിക്കേണ്ടതിന് ആളയച്ചു. അവർ അവന്റെ അസ്ഥികളെ കുഴിച്ചെടുത്ത് യാബേസിലെ വിഗ്രഹവൃക്ഷത്തിന് ചുവട്ടിൽ കുഴിച്ചിട്ട് 7 ദിവസം ഉപവസിച്ചു. ദൈവമക്കളെ, ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ പോയ ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെ അന്ത്യം അതിദാരുണമായി പോയി. ഇവർ ആരോഗ്യനാണ് ഇവരെ തലവെട്ടിക്കൊന്നത്. ഇനി വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഈ സംഭവം നേരെ വന്ന ആരോഗ്യം ദാവീദിനോട് പറയുന്നു, ദാവീദ് രാജാവേ, നിന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലും അവന്റെ മകൻ യോനാഥാനും പട്ടുപോയി. അവന്റെ വസ്ത്രവും പഴയ നിന്റെ കാലത്തിൽ കൊണ്ടുവെക്കുന്നു. നമുക്കറിയാം, വൈദികരായ നമ്മളെ ആരെങ്കിലും ഒരു പക്ഷേ ഉദ്യോഗത്തിലോ പള്ളിയിലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കൊരു ആപത്ത് വന്നാൽ മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കും, എടാ വൈദികനായ എന്നോട് നീ അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രയാസം വന്നത്. ഉള്ളുകൊണ്ടെങ്കിലും നമ്മൾ മാനുഷികമായി ചിന്തിക്കും. പക്ഷെ ഇവിടെയാണ് ഈ ദാവീദിന്റെ പ്രത്യേകത. ഇത് ആരോഗ്യം വന്ന് ദാവീദിന്റെ കാൽക്കൽ അവന്റെ വസ്ത്രവും പഴയവയും കൊണ്ടുവച്ചിട്ട് വളരെ ആവശ്യത്തോട് പറഞ്ഞു, ദാവീദേ, ദാവീദ് രാജാവേ, നിന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലും അവന്റെ മകൻ യോനാഥാനും പട്ടുപോയി. ഉടനെ ദാവീദ് ചോദിക്കുന്നുണ്ട്, ശൗലിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്, എന്നാലാണ് യഹോവയുടെ അഭിഷിക്തനാണ്. യഹോവയുടെ അഭിഷിക്തന്റെ നാശം ഇത്ര ആവേശത്തോടെ പാടി വരാൻ നിനക്കാരാണ് അനുവാദം തന്നത്? നീ അത് ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ പാടരുത്, ഫെലിസ്ത്യരെ അധികമായി രസിക്കരുത്. ഈ ഭൂമി കൊണ്ടുവന്ന ദാസനെ മിനിറ്റുകൾ വെട്ടിക്കൊല്ലാനാണ് ദാവീദ് കൽപ്പന കൊടുത്തിട്ട് വൈകുന്നേരം വരെ ഉപവസിച്ചിരുന്ന ദാനീയമാണ് ദൈവമക്കളെ ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീഥികളിൽ പാടരുത്, ഫെലിസ്ത്യരെ അധികമായി രസിക്കരുത്. അങ്ങനെയെങ്കിൽ ഈ ദാനീയം പാടാൻ ദാവീദിനെ പോലെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. ഇത് പുരോഹിതന്മാർ മാത്രമല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ഓർക്കണം, നമ്മളെല്ലാം പരിശുദ്ധ മാമോദീസയുടെ റൂസ്മായ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ശരിക്കും നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജനന ദിവസമല്ല, നമ്മൾ മാമോദീസ കീഴിലാണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ. കാരണം ഓരോ വിശുദ്ധ കുർബാന നൽകി നമ്മുടെ ദേവാലയത്തിലേക്ക് പുരോഹിതന്മാർ വിളിച്ചെടുപ്പിച്ചിരിക്കുക. അപ്രകാരം അഭിഷിക്തന്മാരാണെങ്കിൽ ഓർക്കണം, എന്റെ ദൈവം എനിക്ക് തന്ന ആയുസ് ഇന്നു മുതൽ ദൈവഗീതം പാടണം. ഒരു മനുഷ്യന്റെ നാശം പാടി നടക്കരുത്. കാരണം ഇത് രസിച്ച് പാടി നടന്നാൽ അതൊരു അഭിഷിക്തനാണ് കളിയാക്കപ്പെടുന്നത്. അങ്ങനെയാണ് ദൈവമക്കൾ അഭിഷിക്തനായി തീരുക. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവികമായ അംശങ്ങൾ ഉണ്ടായിരിക്കണം. 1 ട്രസ്റ്റ് ദൈവം, 2 ദൈവത്തിൽ നന്നായി ആശ്രയിക്കണം.
എന്റെ ദൈവം അറിയാതെ ഒരിക്കലും എന്റെ തലയിൽ രോഗം പോലും ഒഴിഞ്ഞു പോകില്ല. പലപ്പോഴും നമ്മൾ എത്ര ദൈവത്തെ വിളിച്ചാലും എത്ര പള്ളിയിൽ പോയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ ദൈവവിശ്വാസം കലർന്നു പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്ട് 20 വർഷം മുമ്പ് ഓരോ കുടുംബത്തിലും 10, 12, 14 മക്കളായിരുന്നു. അതിൽ 10 പെൺമക്കളായിരുന്നു. ഏത് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു? ഏത് കുടുംബം കലർന്നുപോയി? പക്ഷെ എന്നാൽ ഇന്ന് 1, 2 മക്കളും 12 മുറിയും എല്ലാ സമ്പത്തും ഉണ്ടായിട്ടും നമ്മുടെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുകയും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരല്ലേ ഇന്ന് ലോകത്തോട് യാത്ര പറയുന്നത്. ഒരു വർഷം 9,000 പേരാണ് ആത്മഹത്യ ചെയ്തത്. അതിൽ ഏതാണ്ട് 36% ക്രൈസ്തവരാണ്. എന്താ, നമുക്ക് ബൈബിളിന്റെ കുറവാണോ? പ്രബോധനത്തിന്റെ കുറവാണോ? വിശുദ്ധ കുർബാനയുടെ കുറവാണോ? അല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ പ്രതീക്ഷിക്കണം. ചേർന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നുന്നത്, നമ്മളാരും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വരേണ്ടത് അപേക്ഷിതന്മാരായി തീരാനാണെങ്കിൽ അതിനോട് ചേർന്ന് മനസ്സിലാക്കണം, നമ്മൾ ദൈവാനുഗ്രഹത്തിന് പള്ളിയിൽ വരരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായത്? ഞാൻ തിരുത്താം. നമ്മൾ ആരും പള്ളിയിൽ ദൈവാനുഗ്രഹത്തിനാണ് വരേണ്ടത്. നമ്മൾ വരേണ്ടത് ദൈവത്തെ കിട്ടാൻ. 50-ാം ചാനലിൽ സന്യാസി പറയുന്നുണ്ട്, രാജാവിനെ കിട്ടിയ ഖജനാവ് കൂടെ പോയി. 1 point, right point, root point, that is what's going. 1 point, right point, root point, that is what's going. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഞാൻ അവരോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ അനുഗ്രഹം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ഒരു കുർബാന പള്ളി കഴിയുമ്പോൾ ഒരു പുരോഹിതൻ പുറത്തിറങ്ങിയാൽ ഒരു വെള്ള ഭിത്തിയോടെ ചേർന്ന് നിന്നാൽ ആ തലയ്ക്ക് ചുറ്റും പുരോഹിതന്റെ ഓർപ്രകാശം കാണാം. അത് പുരോഹിതൻ മാത്രമല്ല, എന്റെ മുമ്പിൽ ഓരോ ദൈവമക്കൾ എന്നും ഒരുങ്ങി കുർബാനിക്കുന്നേ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു പ്രകാശം കാണാൻ സാധിക്കും. അതിനെന്ത് വേണം? ട്രസ്റ്റിനോട് എന്ത് വന്നാലും എന്റെ ദൈവം അറിയാതെ തലയിൽ രോഗം പോലും ഒഴിഞ്ഞു പോകും. അങ്ങനെ വന്നാൽ അച്ഛൻ പറഞ്ഞ പോലെ പന്ത് പോലും അത് പോകും. ഒരു എവിടെ കണക്കാക്കി നിൽക്കും. ഈ ട്രസ്റ്റിനോടിനെ കണക്ട് ചെയ്യുന്നത് ദിനേശിനോട് ദൈവത്തിൽ നന്നായി ആനന്ദിക്കണം. വിവാഹ ഉപാസന ആദ്യത്തെ വരും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് നീ മുഖാന്തരം ഉണ്ടാകാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ സന്തോഷത്തിന്റെ ആരംഭം, എല്ലാ സന്തോഷങ്ങളും നമ്മൾ ദൈവത്തിൽ ആരംഭിക്കണം. എല്ലാ സന്തോഷങ്ങളും നമ്മൾ ദൈവത്തിൽ അവസാനിപ്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്ന മാത്രമല്ല, ഈ നന്നായി പ്രാർത്ഥിക്കുന്നവരുടെ ഫേസ് നോക്കി. ഇപ്പൊ തന്നെ അച്ഛന്മാർ നമ്മുടെ ഭവനത്തിൽ നിന്ന് വന്ന് കയറിയിട്ട് പോയാൽ ആ ഭവനത്തിന് കിട്ടുന്ന ഒരു പവർ എത്ര വലുതാണെന്ന് അറിയാം. പണ്ട് വർഷത്തിൽ ഒരിക്കൽ ഭവനങ്ങൾ ഉദാസീകരിക്കരുത്. ആ പവർ ആ ഭവനത്തിൽ കാണും. അതുപോലെ പുരോഹിതന്മാരെ വിളിച്ചു വിട്ട് കയറ്റുക. ഒരു പുരോഹിതനെയും മോശമായി കാണരുത്, അവരെ കുറിച്ച് അപമാനിക്കരുത്, അവരെ കുറിച്ചുള്ള നെഗറ്റീവുകൾ ഷെയർ ചെയ്യരുത്. ഇതൊക്കെ ധർമ്മഗീതം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഓർക്കണം. ഇന്ന് ഞങ്ങളുടെ എന്തെങ്കിലും നെഗറ്റീവുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന വൈദ്യർ ഇന്ന് വരെ അപൂർവമായിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ഒരച്ഛനെ നെഗറ്റീവുകൾ പറയാൻ എന്റെ അമ്മയെ അനുവദിച്ചിട്ടില്ല. 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു അച്ഛന്റെ നെഗറ്റീവുകൾ ഞാൻ വായിക്കാറില്ല, കാണാറില്ല, ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. കാരണം എന്റെ ഉള്ളിൽ പുരോഹിതനായിട്ട് 27 വർഷമായി. ഇപ്പോഴും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പേടിയുള്ള പേടി മാറുന്ന എന്റെ ആഗ്രഹം. കാരണം ഭയത്തോടും ദയയോടും കൂടി സൂക്ഷിക്കേണ്ടത് ഇത് നിസ്സാര കളിയല്ല. പുരോഹിതന്മാർ അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരാണ്. വിശുദ്ധ കുർബാന കൈയിലെഴുതുന്നവർ. അതുകൊണ്ട് പുരോഹിതന്മാർ പൊതുവെ ക്ഷയിക്കാൻ പോലും കൊടുക്കാൻ പഠിക്കുന്നത്. പുരോഹിതൻ കുർബാന എടുക്കുന്നവരാണ്, ആബ്സല്യൂഷൻ കൊടുക്കുന്നവരാണ്, ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവർ. ആ അപേക്ഷിതന്മാരെ ബഹുമാനത്തോടെ കാണുക. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കരവും രീതികളിൽ പാടരുത്, ഫെലിസ്തീൻ അന്യമ രസിക്കരുത്. ദൈവമക്കളെ, ഇനി ഒരു അപേക്ഷിതനെന്ന് ധാർമ്മികം പാടുക. അത് എപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്? റോമാലേഖനം 12:5 പറയുന്നുണ്ട്, പലരായ ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. ഇവിടെ ദേവാലയത്തിൽ പൊന്നി പാലയിൽ എത്രയോ പേർ ആരാധനയ്ക്ക് വരും. എല്ലാവരെയും എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എല്ലാവരും ഒന്നാണ്. ഒരാൾക്ക് ഒരു നാശം വരാൻ പാടില്ല. അപ്പോൾ അഭിഷിക്തന്മാർ 2 കാര്യങ്ങൾ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. 1, called to be united. 2, need to be sanctified. 3, taken to be broken. ഞാൻ പറയാം. 1, called to be united. ഒരു പുരോഹിതൻ
വിശുദ്ധ കുർബാന ഇത് വെറും ഗോതമ്പവും വീഞ്ഞുമല്ല. ദിസ് ഈസ് റിയൽ ബ്ലഡ്, ദിസ് ഈസ് റിയൽ ബ്ലഡ്. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. അപ്രകാരം കുർബാനയുടെ അനുഭവത്തിൽ അഭിഷിക്തന്മാരായി തീർന്നാൽ ഓരോ സന്ധ്യയും കുർബാന കഴിഞ്ഞ പുരോഹിതൻ അവൻ ഒരാളെ നോക്കിയാൽ മതി. ക്യാൻസർ മാറും, തലവേദന മാറും. ഞാൻ ചോദിക്കട്ടെ, വൈദികർ എത്ര പേർക്ക് ആ പവർ അറിയാം? എന്റെ മുമ്പിലേക്ക് കുർബാനയെ എത്ര പേർക്ക് സഭയുടെ ശക്തി അറിയാം? അത് അറിഞ്ഞാൽ നമ്മൾ ഒന്നിലും ഭയപ്പെടില്ല. മാത്രമല്ല, ബൈബിളിൽ രണ്ട് പദങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവർ നോക്കുക. നിരാശയെന്നും പ്രശ്നമെന്നും രണ്ട് വാക്ക് ബൈബിളില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? നിരാശയെന്നും പ്രശ്നമെന്നും രണ്ട് വാക്കുകൾ ബൈബിളില്ല. അവങ്കിലേക്ക് നോക്കണം, അവനിൽ നിന്ന് വരും. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് വരും, എന്റെ സഹായം എവിടെ നിന്ന് വരും? ഇപ്പോഴും നമുക്കറിയാം എത്രയോ പേരെ ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ടെന്നറിയാമോ? ഏത് വിഷയമാണാലും ആരെയും പരിഹസിക്കാതെ, ആരെയും കളിയാക്കാതെ എത്ര പവറോട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ധനുവീതം എടുത്തത്. നമുക്കൊരു മന്ത്രമായി യോഗ്യപ്പെടണം. ഗദ്ദിലത് പ്രസിദ്ധമാക്കരുത്, അസ്കലവും ഭീതികളിൽ പാടരുത്, ഫെലിസ്ത്യ നിയമമോ രസിക്കരുത്. അതിനാണ് ഞാൻ 2, 3, 5 കാര്യങ്ങൾ പറഞ്ഞത്. Trust in the Lord, delight in the Lord, called to be united, need to be sanctified, taken to be broken. സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ സാക്ഷീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു ദൈവത്തിന്റെ അഭിഷേകൻ ധനുഗീതം പാടുക 7 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അത് സദൃശവാക്യം 6-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യം. സദൃശവാക്യം 6-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യം. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും എല്ലാവരും വായിച്ചിരിക്കുന്ന വേദഭാഗമാണ്. പക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് 10 കൽപ്പനയും ഗിരിപ്രഭാഷണവും അല്ലെങ്കിൽ ധാരാളം സൂക്തങ്ങളെ നമ്മൾ കാണാതെ പഠിക്കാറുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ദൈവത്തിന്റെ അഭിഷേകന്മാർ ആരാധനയിലും സൗഹൃദങ്ങളിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മൾ വെറുക്കേണ്ട 7 കാര്യങ്ങൾ സദൃശവാക്യത്തിൽ പറയുന്നു. എന്തെല്ലാമാണ് അറിയാം, പക്ഷെ ഞാൻ ഓരോന്നും പെട്ടെന്ന് വിശദീകരിക്കട്ടെ. എന്റെ മുന്നിൽ കാണുന്ന ഓരോ അഭിഷേകനെയും ധനുഗീതത്തിലൂടെ ബഹുമാനിക്കുവാൻ, ധനുഗീതം പാടുവാൻ ഞാൻ ഈ പറയുന്ന 7 കാര്യം ഉപേക്ഷിക്കണം. സദൃശവാക്യം 6-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ഗുരുവായി നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, പോഷ് പറയുന്ന ഹൃദസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നത്. ശരിക്കും ഓരോ പെട്ടെന്ന് മനസ്സിലായി ചെയ്യാം. ഒന്ന് ഗർവമുള്ള കണ്ണ്. ഈ ശൗലിന്റെ ഗർവമുള്ള കണ്ണാണ് ഈ ധനുഗീതത്തിന് കാരണമായി തീർന്നത്. എപ്പോഴും ഓർക്കുക, പ്രഭാഷകൻ വീണ്ടും പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ നോട്ടം, ചിരി, നടപ്പ്, ഇത് 3മാണ് അവന്റെ സത്വം വെളിപ്പെടുത്തുന്നത്. പറഞ്ഞു മനസ്സിലായി? ഒരു മനുഷ്യന്റെ നോട്ടം, ചിരി, സംസാരിക്കുന്നത് 3മാണ്. ഒരു വൈദികനാണെങ്കിലും അമ്മായിയാണെങ്കിലും ഓർക്കുക, നമ്മുടെ കണ്ണിനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഈ നമസ്കാരങ്ങളിൽ ഒരു വരിയുണ്ട്, ഒളിവായുന്നു കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചനരെ കാടിയന്റെ കാതുകളെയും കാക്കണമേ, അകമേ ചതിവാലോചിപ്പാൻ അന്യനെ ദുഷിച്ചൊല്ലിടാനും തുനിയാനും ഒരു നിർമ്മല ചിത്തം നൽകണമേ. ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരമെന്നോതുന്ന അധികാരഭ്രമമില്ലാത്ത ചിത്തമെനിക്ക് ഇടണമേ. കർത്താവേ, ഈ ലോകത്തിൽ സമ്പത്തി വിശേഷം സകലം എച്ചിലുപോലെ നേടുന്ന നിർമ്മല ചിത്തം നൽകണമേ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കണ്ണുകൾ, ദൈവമക്കളെ, തിരുവനന്തപുരത്തിന്റെ മർമ്മങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നവരുടെ കണ്ണുകൾ വളരെ സൂക്ഷിക്കുക. നമ്മുടെ കണ്ണ് കണ്ടാൽ അറിയാം ഒരു മനുഷ്യന്റെ ആത്മീയത. ഇപ്പോഴും ഈ കഴിഞ്ഞ 8 വർഷം മുമ്പ് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 6-7 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം അറിയാമോ? ഈ പേരൻസിന്റെ രൂക്ഷമായ കണ്ണുകൾ കുഞ്ഞുങ്ങൾ ഒരുപാട് തളർത്തി കളയും. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ കണ്ണ് കണ്ടാൽ, നമ്മുടെ നോട്ടം കണ്ടാൽ
ഭാര്യയെ ഭർത്താവിനെ മക്കൾ 50-40 മാർക്ക് മേടിച്ചുകൊണ്ടുള്ള കൊച്ചുകൂടും ചില അപ്പന്മാർ ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ബാക്കി കഷ്ടപ്പാടും പണ്ട് അപ്പനെല്ലാത്തോടെ കിട്ടിയ 10 മാർക്ക്. ഇത് മാർഗങ്ങളാണ് പലപ്പോഴും ഈ കണ്ണുകൾ വളരെ സൂക്ഷിക്കുക. ആരാധനയിലെ വിശുദ്ധ കുർബാനയിൽ നോക്കിയിരിക്കുന്ന കണ്ണുകൾ ഗർവമുള്ള കണ്ണായി മാറരുത്. രണ്ടാമത് പറയുന്നത് വ്യാജമുള്ള നാവ്. പലരും വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. കള്ളം പറഞ്ഞു തിരുവചനം പറയുന്നത് കള്ളം പറയുന്നവൻ നാവിനെ ഞാൻ ചീത്തിക്കളയും, നാവോട് പാപം ചെയ്യാതിരുന്ന സൂക്ഷിപ്പ് വിശുദ്ധനായ ചീത്തിക്കളയുന്നത്. നീ ഓരോ ദിവസവും പറയുന്ന കള്ളം നമുക്ക് കുറിക്കണം. ഇന്ന് ദൈവത്തിന്റെ അഭിഷേകത്താണ് നീ ഓർക്കേണ്ടത്. ഇന്ന് നീ 10 പറഞ്ഞ നാളെ 14 9 ഇപ്പോഴും എനിക്കറിയാം. അടുത്തൊരു സുശേഷൻ ചാനലിലൂടെ പറയണം, എന്റെ ബാങ്കിൽ യാതൊരു അക്കൗണ്ടും ഇല്ല, പക്ഷെ എന്നെ ദൈവം സമൃദ്ധിയാണ് നടത്തുന്നത്. ഞാൻ ഈ ബൈബിൾ എടുത്തതിന് ശേഷം ഇന്നുവരെ എന്റെ നാവോട് കള്ളം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്താ നമ്മുടെ പവർ നഷ്ടപ്പെടുന്നത്? ദൈവമക്കളെ, ഗർവമുള്ള കണ്ണ് യഹോവയുടെ അഭിഷേകത്തിന് നന്ദിയുള്ള പാടുവാൻ സൂക്ഷിക്കണം. ഗർവമുള്ള കണ്ണ്. 2 വ്യാജമുള്ള നാവ്. 3 കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. ശരിക്കും നോക്കി വേദഭാഗത്തിന്റെ അടിസ്ഥാനം ഇവിടെയല്ലേ? യാതൊരു തെറ്റും ചെയ്യാത്ത ദാവീദിനെ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയായി ശൗൽ മാറി. നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമുക്ക് കൈ തന്നിരിക്കുന്നത് ഒരിക്കലും വേറൊരാളെ വെട്ടാനും കൊല്ലാനും അല്ല. നമുക്ക് അവിടെ ആലോചിക്കാം. യേശു കൈകൊണ്ട് കാണിച്ചതെന്ന് 6 കാര്യം ധാരാളം ഉണ്ടെങ്കിലും ഒരു ചിത്രം പോലെ, ഒരു സൂക്തം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. യേശു ലോകത്തിൽ കൈകൊണ്ട് കാണിച്ചതെന്ന് 6 കാര്യങ്ങൾ. 1, കിട്ടച്ച് രക്തം ചുടുവാൻ. 6 തൊടാത്തവനെ യേശു തൊട്ടു. ലാസറെ പുറത്തു വരികയാണെന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തുവന്നെങ്കിൽ യേശു എന്തിനാണ് ഒരു കുഷ്ഠരോഗിയെ തുടരേണ്ട ആവശ്യമുണ്ട്? നിനക്ക് സൗഖ്യമാവട്ടെ പറഞ്ഞ പോലെ 6 തൊടാത്തവനെ തൊടാൻ യേശു കൈ ഉപയോഗിച്ചു. 2, 6 തൊടാത്തവനെ കണ്ടു തുറന്നു. 3, ആഴത്തിൽ വീണവനെ പിടിച്ചിലേക്ക് പത്രോസിനെ. 4, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. 5, കാൽവരി യാഗമായി. 6, ഈ കൈകൾ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ തിന്മകൾ യേശു കാണിച്ചില്ല. കൂടെ ഞാൻ പറയാം. 6 തൊടാത്തവനെ തൊട്ടു, 6 തൊടാത്തവനെ കണ്ടു തുറന്നു, ആഴത്തിൽ വീണവനെ പിടിച്ചിലേക്ക്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, കാൽവരി യാഗമായി. അല്ലാതെ കുറ്റമില്ലാതെ രക്തം ചൊരിയാനല്ല യേശു ക്രിസ്തു കൈ നമുക്ക് വന്നു. ദൈവമക്കളെ, എന്ത് ബലഹീനമായിട്ടുണ്ട്. തെറ്റാണെന്ന് ശ്രമിക്കുക. ഈ മാരകമായ ക്യാൻസറും കൊറോണകളും എല്ലാം വരാനുള്ള മെയിൻ കാരണം യെശയ്യാവ് 1:15 പറയുന്നുണ്ട്, നീ കൈ കഴുകുമ്പോൾ ഞാൻ എന്റെ കണ്ണിനെ അടച്ചുകളയും. നമുക്കറിയാമോ, 4 സുവിശേഷത്തിലും യേശു പരീക്ഷമായിട്ട് കളിയാക്കിയ ആരെയും പ്രാർത്ഥിക്കുന്നവരെ. 4 സുവിശേഷത്തിലും പരീക്ഷമായിട്ട് കളിയാക്കിയത് പ്രാർത്ഥിക്കുന്നവരെ. എന്തിനാ പ്രാർത്ഥിക്കുന്നവരെ? മനസ്സിൽ ശുദ്ധതയില്ലാതെ കർത്താവെ കർത്താവെ നിർമ്മിക്കുന്നവരെ, നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ കിണ്ടിക്കണം. പുറമേടി പാകുന്നു, വെള്ളതേച്ച് ശബ്ദങ്ങളെയാകരുത്, അല്ലെങ്കിൽ അങ്ങനെ വരികല്ലോ. യെശയ്യാവ് 1:15 നീ കൈ കലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകളെ അടച്ചുകളെ. പണ്ട് നമുക്കറിയാം, കൊലപാതകമൊന്നും കേട്ടില്ല, ഇത്രയും കഷ്ടമുള്ളവരില്ല, ഇത്രയും അറിവില്ല, ഇത്രയും അഹങ്കാരമില്ല. ഉള്ള ഭവനങ്ങളിൽ ശാന്തമായി സന്തോഷത്തോടെ കഴിയുന്നവർ കൊലപാതകം കേട്ടില്ല. ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയെ കുത്തിക്കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ ചുറ്റരിക്കുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിലും കോളേജിലും പ്രേമങ്ങളുണ്ട്. പക്ഷെ ആ പ്രേമത്തിൽ ഒരു പ്രേമയുണ്ട്. ആ പ്രേമത്തിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ സന്തോഷത്തോടെ കഴിയും. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, കുത്തിക്കൊല്ലുന്നു. 2 പേര് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുന്നു. ഇതിനാണോ മക്കളെ നമ്മൾ വളർത്തിവിടുന്നത്? ഈ ക്രൂരത ചെയ്യാനാണോ? ചിന്തിച്ചു നോക്കിയേ. തിന്നാനല്ലാതെ കൊല്ലുന്നത് മനുഷ്യൻ മാത്രമല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും പറയാറുണ്ട്, നീ എന്ത് മൃഗമാണ്? മൃഗത്തിൽ നമ്മളെക്കാൾ എത്ര അറിവുണ്ട്. എന്നെ സെമിനാരിൽ അച്ഛന്റെ പിതാവ് ഒരു വൈദികനാണ്. അച്ഛൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിലുള്ളവരെ പട്ടിയ കല്ലറയിൽ പോയി തലകുത്തി നനഞ്ഞ ചെത്തുകിടപ്പുണ്ട്. മൃഗങ്ങൾക്ക് മനുഷ്യരോട് എത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്നെ കൈ തന്നിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഒരു ചൊല്ലുണ്ട്, ആരോ സർവലോക സംസ്ഥ സുഖിനോ ഭവന്തു സർവേ സന്തുലിതമായ ആത്മകർഷമേ. ലോകമെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ. മറ്റു വരിയാണ് നമ്മൾ കേൾക്കുന്നത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മളെ 4 പേര് ശരിക്കും പഠിക്കണം. ആരോ സർവലോക സംസ്ഥ സുഖിനോ ഭവന്തു സർവേ സന്തുലിതമായ ആത്മകർഷമേ. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ,
ആർക്കും ആപത്തൊന്നും വരാതിരിക്കും. എന്റെ ദൈവമേ, എന്റെ കൈ കൊണ്ടും എന്റെ മനസ്സുകൊണ്ടും ആർക്കും ഒരു ദ്രോഹം വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത് ഒരു സ്പെസിഫിക് പറയുന്നത്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ. 10ഉം 12ഉം 20 വെട്ടി അവർ ജയിലിൽ നൽകിയുള്ള കൈ കാണിക്കുന്നത് കണ്ടാൽ തോന്നും എന്തോ നല്ല കാര്യം ചെയ്തിട്ട് വരികയാണ്. ഈ രക്തം മണ്ണിൽ വീണാൽ യെശയ്യാവിന്റെ വാക്യം കൂടെ നമ്മൾ അന്തരമായി ഓർക്കണം, നീ കൈ വളർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണുകളെ അടയ്ക്കും. അപ്പോൾ ധനകീയം പാടാൻ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. കുറ്റമില്ലാതെ രക്തം ചൊരിയുന്ന കൈ. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. തിരുവനന്തപുരം പറയുന്നത്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. കാരണം ഈ മനസ്സ് ശരിക്കും നന്നായിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ലളിതമാണെങ്കിൽ കൃത്യമായിട്ടും ഈ മനസ്സിൽ ഒരു കാപട്യം വെച്ചു ആലോചിച്ച് നോക്കി. പൂർവികരുടെ 2 സ്വഭാവങ്ങൾ കാരണം നമ്മളെല്ലാവരും നോക്കിയാൽ ദേഷ്യത്തിന്റെ പുറത്ത് കാണാം, സന്തോഷമുള്ളതിൽ ചിരി കാണാം. പക്ഷെ ഈ മാനവനെയും വിശ്വസിക്കാൻ പറ്റില്ല. കൂടൊന്നുകൊണ്ട് ചിരിച്ചിട്ടായിരിക്കും മാറി നിന്ന് കൊലപാതകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൊറോണ വന്നപ്പോൾ ഈ ദൈവസഭയിൽ ബോധം പൊത്തിയത്. മൂക്കും പൊത്തി, വായും പൊത്തി, പല്ലും പൊത്തി, 2 അച്ഛന്മാരെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം പരസ്പരം മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി. നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് ധനുകീനം പാടാനാണെങ്കിൽ ഈ ഹൃദയത്തിന് അശുദ്ധമായ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റിയെടുക്കണം. ഇതാണ് കുറ്റമില്ലാതെ രക്തം ചൊരിയുന്ന കയ്യെ, ദുരുവായ നിരൂപിക്കുന്ന ഹൃദയം. 5ാമത് പറയുന്നത്, ദോഷത്തിനായി ഓടുന്ന കാല്. സഭാപ്രസംഗി 5-ൽ 1, ദേവാലയത്തോട് പോകുമ്പോൾ കാൽ സൂക്ഷിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും വൈകിട്ട് ഈ ആത്മവിശ്വാസം തന്നെ എല്ലാ കുടുംബങ്ങളിലും വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയട്ടെ, നമ്മുടെ ഭവനം ഇന്ന് നശിക്കാനുള്ള മെയിൻ കാരണം പ്രഭാത പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ എഴുതുക, രാവിലെ സൂര്യൻ ഉദിക്കുന്ന 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്ത് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഭവനം നശിക്കില്ല. അതുകൊണ്ടാണ് ചൈനയിലെ കൺഫ്യൂഷ്യസ് പറയുന്നത്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സാഹിത്യമടയും. എന്നോട് ഞങ്ങൾ ഒരുമിച്ച് പറയാം. അത് പറഞ്ഞേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ പറഞ്ഞേ, സായാഹ്നത്തിൽ സമാധാനത്തോടെ സാഹിത്യമടയും. ഇത് ഒരു വരി ഒരുമിച്ച് പറയാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സാഹിത്യമടയും. ഇത് പറഞ്ഞേ, വേണ്ട, ഞാനൊരു എളുപ്പമായി പറയാം. പണ്ടത്തെ അപ്പച്ചന്മാർ പറയാം, മക്കളെ കാലത്താണ് ഉണർന്നത്, നേരത്തെ ഉണർന്നിരിക്കുന്നത്. അതൊന്നും പറഞ്ഞ് വേണ്ട, ഓർത്തുന്നാൽ മതി. ദൈവമക്കളെ, എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. രാവിലെ ചില പ്രസംഗമൊക്കെ കഴിഞ്ഞ രാത്രി നല്ല ക്ഷീണം കാണും. പക്ഷെ രാവിലെ പ്രാർത്ഥിച്ചെങ്കിൽ അന്നത്തെ ദിവസം പോയി. ഇതെനിക്ക് മാത്രമല്ല, അച്ഛന്മാരോട് ആരോടും ചോദിച്ചു നോക്കി. നമ്മുടെ രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിച്ച് ഞാൻ ഒരിക്കൽ അച്ഛൻ തിരുവനന്തപുരത്ത് ഇരുന്നപ്പോൾ ഞാൻ അവിടെ രാത്രി സ്റ്റേ ചെയ്തു. രാവിലെ 4-5 മണിയായപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഗ്ലാസ്സൊക്കെ തട്ടിയിട്ട് കാപ്പി വീട് ഉണർത്തുവോ. പണ്ട് നമ്മൾ നോക്കി, ഗ്യാസ് ഇല്ല, സ്റ്റൗ ഇല്ല, ഇൻഡക്ഷൻ കുക്കറില്ല, വാഷിംഗ് മെഷീൻ ഇല്ല. വിറകടിച്ച് രാവിലെ അടുക്കളയോട് ചെന്ന് ചായ കേട്ട് എന്നാ എനർജിയായി. എന്തോ 90-100 കഴിക്കാതെ നമുക്ക് രോഗം വരാറില്ല. എന്റെ അമ്മയുടെ അമ്മയ്ക്ക് 106 വയസ്സുണ്ടായിരുന്നു. 106 മക്കളും ഉണ്ടായിരുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം മരിക്കുന്നതിന് അന്ന് എന്നെ വെച്ച് തലയ്ക്ക് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ലോകത്തോട് യാത്ര. 7 നേരം പ്രാർത്ഥിക്കാത്ത ഏറ്റവും പ്രധാനമാണ് പ്രഭാതത്തിലുള്ള പ്രാർത്ഥന. ദൈവമക്കളെ കണ്ടെല്ലാം മുഖത്ത് സന്തോഷമായിരുന്നു. ഈ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നോക്കി, ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. പലരും എഴുന്നേറ്റ് രാവിലെ അടുക്കള പോകുന്ന കണ്ടാൽ തോന്നും ശവയുടെ കമ്പ്യൂട്ടർ കൊടുക്കാൻ പോകുന്നില്ല. ആരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത്, ഏറെ സുഖം അസുഖം, അമിത ഭക്ഷണം, ആഡംബരപ്രിയം, സുഖരോഗം, ഇത് 3 പാപമാണ്. അമിത ഭക്ഷണം, ആഡംബരപ്രിയം, സുഖരോഗം, ഇത് 3 പാപമാണ്. വീണ്ടും പറയാനുണ്ട്, വിശപ്പുള്ളവർ ആഹാരം കൊടുക്കാത്തതിനേക്കാൾ പാപമാണ് വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത്. മനസ്സിലായോ? വിശപ്പുള്ളവന് ആഹാരം കൊടുക്കാത്തതിനേക്കാൾ പാപമാണ് വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത്. ദൈവം തമ്പുരാൻ നൽകുന്ന സാഹചര്യങ്ങളിൽ നന്നായി നമ്മളൊരു വിളക്കാട് വിളിച്ചിരിക്കുകയാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ദൈവത്തെ അറിയാതെ, ഞാനത് പ്രാരംഭത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് നീ മുഖാന്തരം ഉണ്ടാകുന്നതൊക്കെ അക്ഷയമായ സൗഭാഗ്യം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് ചേർന്ന് ഞാൻ പറയട്ടെ.
രാവിലെ എഴുന്നേൽക്കുമ്പം 3 കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ കാലെടുത്തതാവും. ഒന്ന്, ദൈവമേ, ഇറ്റ് ഈസ് പോസിബിൾ, ഞാൻ ഒരു വഴിക്ക് പോകും, ഈ വഴി എന്റെ ദൈവത്തിന് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ദൈവമേ, ഞാനൊരു വഴി ഇറങ്ങുമ്പോൾ ഈ വഴി എന്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ഇറ്റ് ഈസ് പോസിബിൾ. 2, whether it is lose my life in spirit, ഈ വഴിയിലൂടെ പോകുമ്പോൾ എന്റെ ആത്മീയത എന്തെങ്കിലും നഷ്ടപ്പെടുമോ? 3, what is the end, ഇതിന്റെ അവസാനം എന്താണ്? 3 ഞാൻ പറയാം. ഇറ്റ് ഈസ് പോസിബിൾ, ഞാനൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഇതെന്റെ ദൈവത്തിന് ഇഷ്ടമാണോ? അതുകൊണ്ട് പണ്ട് പാടിയിരുന്നത്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം. ഇറ്റ് ഈസ് പോസിബിൾ. 2, whether it is lose my life in spirit, ഈ വഴിയിലൂടെ പോകുമ്പോൾ എന്റെ ദൈവീകത നഷ്ടപ്പെടുമോ? 3, വാട്ട് ഈസ് ഇറ്റ്, ഇതിന്റെ അവസാനം എന്താണ്? ഇത് മനസ്സിലാക്കാതെ പോയാൽ നമുക്കറിയാം, സങ്കീർത്തനം റിപ്പീറ്റ് ചെയ്യുന്നു. 14:53 ദൈവം ഇല്ലാതെ പറയും. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സദൃശവാക്യം വേറെ പറയാം. 14:12, 14:25 സെയിം വേർഡ്. സദൃശവാക്യം 14:12, 14:25 സെയിം വേർഡ്. എന്താ പറയുന്നത്? There is a way which seems right and right, but then is the way to death. ഒരു വഴി മനുഷ്യൻ ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ. ഒരു വഴി മനുഷ്യൻ ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളൊക്കെ. നമ്മുടെ കാലെടുത്ത് ദൈവത്തോട് ശ്രദ്ധിക്കാതെ പ്രഭാവം ആരംഭിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. രാവിലെ പ്രാർത്ഥിക്കാതെ, ദൈവത്തെ അറിയാതെ, തിരുവനന്തപുരം വായിക്കാതെ കുഞ്ഞിനെ പറഞ്ഞുവിടുക. അടുത്തത് ഹൈദരാബാദിൽ ചെന്നു 4ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു പറയുന്ന സങ്കീർത്തനങ്ങൾ കേൾക്കണം. അതിന്റെ പാട്ട് ഒന്നും കാണാനില്ല, അതിന്റെ ഫേസ് കണ്ടാൽ നല്ല കറുപ്പ് നിറമൊക്കെയാണ്, പക്ഷെ ദൈവ തേജസ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. ചേർന്ന് ഞാൻ പറയട്ടെ, ഈ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ദൈവമക്കളെയും ആത്മീയമായി കാലെടുത്ത് വെക്കാൻ പഠിപ്പിക്കണം. ഇപ്പോൾ തന്നെ എനിക്ക് ഗോസ്പൽ എന്ന് പറഞ്ഞ് ഏതാണ്ട് 10,000 ചെറുപ്പക്കാർ ഇന്ത്യയിലും ലോകത്തിന്റെ നാനാഭാഗത്തും 6 ഭാഷയ്ക്കുള്ള വാക്യം അയച്ചു കൊടുത്ത് അതിലാരും മദ്യപാനത്തിൽ ഒഴിക്കു പോകുന്നില്ല. പറ്റുന്നിടത്തോളം നമ്മൾ യേശുവിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. കിട്ടുന്ന സന്തോഷത്തെ വലുതാണെന്ന് അറിയാം. നമ്മുടെ കാലിൽ അതിനായിട്ട് നീങ്ങിയാൽ മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ അഭിഷിക്തന്മാരായി തീരും. അതുകൊണ്ട് ദോഷത്തിനായി ഓടുന്ന കാലം. 6ാമത് പറയുന്നുണ്ട്, പോസ്റ്റ് പറയുന്ന കള്ളസാക്ഷി, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കഴിവാതെ, ഇതൊന്നും വിശുദ്ധന്മാർക്ക് പറ്റിയതല്ല. എന്റെ മുമ്പിലേക്ക് സഹോദരൻ തോന്നണം. സിമ്പിളായിട്ട് പറയട്ടെ, ആരെയും ചെറുതാക്കി കളിയാക്കരുത്. നർമ്മം പറയാം, അത് ചിലപ്പോൾ കഴിവാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ വാക്കുകൾ എത്ര പേരെ ആഴമായി മുറിവേൽപ്പിക്കുന്നുണ്ടറിയാം. ഇത് ചങ്ങമ്പുഴ പാടി, അമ്പുകൾ കൊണ്ടുള്ളവർ നാം കാലത്താൽ നിരത്തിയിടും, കൊമ്പുകൾ കണ്ടിച്ചാൽ പാദം തളർത്തിയിടും, കാട്ടുതീൻ എല്ലാവരും പിന്നെയും നിർത്തിയിടും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾ കർമ്മത്ത് മുന്നായ പിന്നത് പൂർണ്ണമായി ശ്രമിക്കില്ല. ഒട്ടുനാൾ കഴിഞ്ഞാൽ ഇന്നും പലർക്കും മറ്റുള്ളവരെ താഴ്ത്താനും മറ്റുള്ളവരെ പരിഹസിക്കാനും എന്താ അതിന്റെ അറിവില്ലായ്മയാണ്. വേറെ ആളുകൾ താഴ്ത്തുന്നെങ്കിൽ അവരെ പരിഹസിക്കുന്നത് ഓർക്കണം, നമ്മുടെ അറിവില്ലായ്മയാണ്. യേശു ആരെയും കളിയാക്കിയ മക്കളെ, ഇതാ ഒരു മോശമായി ജീവിച്ച സ്ത്രീയെ കൊണ്ട് മുമ്പിൽ നിർത്തി കല്ലെറിയാൻ വന്നു. എല്ലാവരും പോയി. വേണമെങ്കിൽ 4 വരി മുഖത്ത് നോക്കി പറയാൻ, പലരും പറയുന്നത് വെച്ചാൽ ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നു. പക്ഷെ മുഖത്ത് നോക്കി മുഖത്ത് പറയാൻ നേരത്തെഴുതിയവനാണ് യേശു. പലരും ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി എന്ന് പറയും. യേശു എന്താ മുഖത്ത് നോക്കി പറയുന്നത്? അവൻ മുഖത്ത് നോക്കി നേരത്തെഴുതിയവനാണ്. പറയാനുള്ളത് വിളിച്ചു പറയാനുള്ളതല്ല. സൈലൻസ് ഈസ് ഗുഡ്, നോട്ട് ഓൾവേസ്. സംടൈംസ് സൈലൻസ് ഈസ് ഇറ്റ്. നമുക്ക് മൗനമാണ് ഏറ്റവും വലുത്. അവിടെയാണ് അർത്ഥം. അവൻ നേരത്തെ ആകെ എഴുതിയതല്ല മാത്രമാണ്. പക്ഷെ അന്ന് മുതൽ ദൈവശുശ്രൂഷിക്കാട്ട് അവൾ വേർതിരിക്കപ്പെട്ടു. സഹോദരങ്ങളെ ഓർക്കുക, വാക്കുണ്ട് ഓർത്തു പറയരുത്. 7ാമത് പറയുന്നത് സഹോദരന്മാരുടെ വഴക്കുണ്ടാകുന്നു. ഈ 7 കാര്യങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നത്. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ദുരുപായം ജനിപ്പിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, പോസ്റ്റ് പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നത് ഒക്കെ ശൗലിന് ദാവീദുമായി ഈ ബന്ധം വഷളായി തീർന്ന സാഹചര്യം ഒരു പാട്ടാണെങ്കിൽ ഇന്നും അനേക കുടുംബങ്ങൾ തമ്മിൽ എത്രമാത്രം നീരമായി, എത്രമാത്രം കലർത്തുന്ന ബന്ധങ്ങളിലേക്ക് മാറിപ്പോവുകയും ദൈവങ്ങളെ മറന്നു പോകരുത്.
ഒരല്പം പണത്തിന് വേണ്ടി, ഒരല്പം വസ്തുവിന് വേണ്ടി വർഷം ശ്രദ്ധിച്ചു ഒരല്പം പണത്തിന് വേണ്ടി, ഒരല്പം വസ്തുവിന് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. എഴുതി വെക്കുക, നമുക്ക് ഒരമ്മ പറ്റ മക്കൾ തമ്മിൽ ഒരല്പം പണത്തിനും അല്പം സാഹചര്യങ്ങൾക്കും മിണ്ടാതിരുന്നാൽ ഈ കത്ത് പ്രാർത്ഥന ചൊല്ലുന്നില്ല. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടകൾ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേ, കടക്കാരോട് ക്ഷമിക്കാത്തതുകൊണ്ട് കടകൾ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കരുത്. എനിക്ക് ദൈവം തന്ന സഹോദരൻ, എനിക്ക് തന്നെ ഞങ്ങൾ 3 ഭവനത്തിൽ ഞങ്ങൾ 6 പേരാണ്. 2 സഹോദരനും 3 സഹോദരിമാരും. എല്ലാവരെയും അച്ഛനറിയാം. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം എന്റെ സഹോദരനാണ് എന്റെ പ്രസിഡന്റ് കൂടെ വന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് വരാത്ത സ്ഥലങ്ങളിൽ ഈ 57 വയസ്സിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നിങ്ങളൊക്കെ മിക്കവാറും വെക്കൂ അച്ഛനുമായിട്ട് നല്ല ബന്ധം. ഈ കഴിഞ്ഞ തിരുവോണത്തിന് കൊട്ടാരക്കര ടൗണിൽ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതും പെട്ടെന്ന് കഴിഞ്ഞു വേണ്ടി ലോകത്തോട് യാത്ര ആകും. ഇന്ന് ഞാൻ മുഹമ്മദ് കാണാൻ ആഗ്രഹിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം വിട്ടു കളയരുത്. ഈ പണം ഇതൊക്കെ വരും പോകും. വീടെന്ന വാക്കിന്റെ അർത്ഥം അറിയാം, വിട്ടുകളയാനുള്ളത്. വീടെന്ന വാക്കിന്റെ അർത്ഥം വിട്ടുകളയാനുള്ളത്. പൂർവിക മാതാപിതാക്കളെ നോക്കി നമ്മുടെ ഏത് ഭവനത്തിൽ മകളുണ്ടായാലും ഗേറ്റ് ഉണ്ടായാലും 2-3 മുറി 10-12 മക്കൾ എങ്കിലും എഴുതാൻ വരുമ്പോൾ അവിടെ കുടയിൽ പേഴ്സ് മാറ്റി വെക്കും. 2 ദിവസം കൂടെ താമസിപ്പിച്ച് കൊടുക്കണമാരെ കൊടുത്ത് പോകുന്ന സമയത്ത് കണ്ണു നിറഞ്ഞിട്ട് ചോദിക്കും, ഇനി എന്നാണ് വരുന്നത്? ഇന്നാണെങ്കിൽ 32 മുറി 22 താക്കോൽ, ഏറ്റവും വലിയ അത് അതിനേക്കാൾ സ്ട്രോങ് ആയി കേട്ട് വായില്ലാതെ പട്ടി, 2 ഗസ്റ്റ് റൂമും 3 പൂന്തോട്ടവും. ആരെ കാണിക്കാൻ? ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്യത്തിൽ മൃഗമെന്നോണം മാറ്റി പോകുന്നു. സഹോദരങ്ങളെ, ആരും നമ്മുടെ ഭവനത്തിൽ വരുന്നത് എന്തെങ്കിലും ഞാൻ പറയുന്നില്ല. പണ്ട് 80% അമ്മതികൾ വന്നുകൊണ്ടിരുന്നിടത്ത് 20% പോലും വരുന്നില്ല. ആർക്കും വേണ്ടി ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല. സഹോദരൻ മുറിഞ്ഞുപോയി. അതുകൊണ്ടാണ് അയ്യപ്പ പള്ളി പാടിയത്, നാടുകളുടെ മക്കളെ, വീടുകളുടെ മക്കളെ, യന്ത്രം കലക്കുന്ന മന്ത്രം ജപിക്കുന്ന മന്ത്രിമാരാകാതെ, കുടിലും കുലങ്ങളും തുടിഞ്ഞാമരാകാതെ, കാളിന്റെ മക്കളുടെ മാനം കഴിക്കാത്ത കുതിരയുടെ പേരാകാതെ, പടുപണികളുള്ളതാകാതെ, തളരിൽ മനുഷ്യന്റെ കുതിരവെട്ടി നിൽക്കാതെ, കുതിരും മനുഷ്യന്റെ കുടന്മാരയില്ലാതെ, കുടിലകളില്ലാത്ത, കുഞ്ഞായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരകൾ കരയാത്ത എന്റെ നാട് എവിടുത്തെ മക്കളെ, കാവല കോവളം ഒന്നടി കടകളിൽ മതിൽ പൊന്മുടി കൊഞ്ചുരുസ്റ്ററ്റുകൾ ഗൾഫുകൊട്ടാരങ്ങൾ കാണാത്തവർ എന്റെ നാട് എവിടുത്തെ മക്കളെ. ഇന്ന് ആഡംബരങ്ങളുണ്ട്, ആർഭാടങ്ങളുണ്ട്. നോക്കി, മാമോദീസായി ഡ്രസ് എടുക്കുന്നു, വിവാഹ നിശ്ചയത്തിന് ഡ്രസ് എടുക്കുന്നു, വിവാഹ ഉദാസിയുടെ ഡ്രസ് എടുക്കുന്നു, പോകാൻ ഡ്രസ് എടുക്കുന്നു, വരാൻ ഡ്രസ് എടുക്കുന്നു, കല്യാണത്തിന് പള്ളി നോക്കിയ പാർട്ടി സമ്മേളനം പോലെ ഒരേ ഡ്രസ്, ഒരേ കാര്യം. ഇതൊക്കെ ആരെ കാണിക്കാൻ? മാത്രമല്ല ദൈവമുണ്ടെല്ലാം നോക്കുന്നു. നീ ദൈവികമായി ഈ കാട്ടിക്കൂട്ട്, ദൈവികമല്ലാതെ കാട്ടിക്കൂട്ടുന്ന പൊച്ചത്തരങ്ങൾ സ്വർഗത്തിൽ ഉടയവരെ ചിരിക്കുക. ഇത് പറയുമ്പോഴും ഇന്നും ദൈവത്തിന്റെ പണവും സാഹചര്യങ്ങളും വിനയത്തോട് സിമ്പിളായി ഞാൻ പരിശുദ്ധ മുഴുവനാൽ ഉദാശയപ്പെട്ട അഭിഷിക്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവികമായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ആ ഭാഗം ഞാൻ പിടിക്കുകയാണ്. സഹോദരങ്ങളെ, മാർക്കത് ഈ ധർമ്മഗീതം പാടുക 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുക. 1, ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തച്ചൊരിയുന്ന കയ്യിൽ, ദുരുപായം ജീവിക്കുന്ന ഹൃദയം, ദോഷത്തിന് ഓടുന്ന കാലുകൾ, പോഷു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ വഴക്കുണ്ടാക്കുന്നത്. ഈ 7 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മധൈര്യം വേണ്ടേ? ഇവാനിയുടെ കുടുംബത്തിൽ പറയുന്ന കർത്താവെ, നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വികാരത്തോടും പരമാർത്ഥത്തോടും നാവോടും ശരീരത്തോടും ആത്മധൈര്യത്തോടും നിന്റെ സന്നിധിയിൽ നിൽക്കണം. കുർബാന അർപ്പിക്കുന്ന പുരോഹിതത്തിലുള്ള 5 വരികൾ. കർത്താവെ, നിഷ്കളങ്ക മനസ്സ്, വിശുദ്ധ വികാരം, പരമാർത്ഥത്തോടും നാവ്, ശരീരത്തോടും ആത്മധൈര്യത്തോടുകൂടി നിന്റെ സന്നിധിയിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ ഞാൻ ഈ പറയട്ടെ, 7 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ വിശുദ്ധ കുർബാനയുടെ 7 ധൈര്യങ്ങൾ നമുക്ക് കിട്ടും. എങ്കിലും നമ്മൾ അഭിഷേകനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്താണ് 7 ധൈര്യങ്ങൾ? നമുക്ക് ഏവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന 7 ആയാസ് നമുക്കറിയാം. ഞാൻ പറയട്ടെ. 1, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എല്ലാ വഴിയും അടയുമ്പോഴും എല്ലാം അന്ധകാരമായി തീരുമ്പോഴും കുർബാനയെ നമ്മൾ സംബന്ധിച്ചാൽ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ സഭയിൽ എല്ലാ സഭയിലും കുർബാന അനുഭവം 80% പേർ നല്ല
ഈ കുർബാന ഉണ്ടാകുന്നത് ഇത്രമാത്രം പവർ കിട്ടും. ഞാൻ ലോകത്തിന്റെ പ്രകാശമായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരും. 2, ഞാൻ നല്ല ഇടയനാണ്. 3 കാര്യങ്ങൾ കുർബാനയിൽ ആ ഇടയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൊട്ടക്ടിങ്, ഗൈഡിങ് ആൻഡ് ടീച്ചിങ്. നമ്മൾ പോകേണ്ടുന്ന വഴിയിൽ ചിലരെ കേട്ടിട്ട് വെച്ചാൽ, ഞാൻ ഈ സൺഡേ കുർബാനയിൽ വരുന്നതിന് എനിക്ക് ചിലരോട് ഞാൻ പറയുണ്ടായിരുന്നു. പക്ഷെ അച്ഛന്റെ പ്രസംഗം കേട്ട് കുർബാന കൊണ്ട് കഴിഞ്ഞപ്പോൾ അതൊന്നും മാറി. കാരണം അവരെ നയിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രൊട്ടക്ടിങ്, ഗൈഡിങ്, ടീച്ചിങ് പറഞ്ഞൊക്കെയാണ്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തലൂടെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ 3ാമത്തെ ആവശ്യം, ഞാൻ ലോകത്തിന്റെ പ്രകാശം, ഞാൻ നല്ല ഇടയനാകുന്നു. 3, ഞാൻ സാക്ഷാത്കാരം വഴി എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഈ തിരുവനന്തപുരത്ത് പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവമക്കളെ, ഈ യേശുവിനോട് കൂടെ വന്ന ഫ്രീ ടൈമിലൊക്കെ ചിലർ പറയാതെ ബോറടിക്കും. ഒരിക്കലും ബോറടിക്കും. ഈ കൊറോണ സമയത്ത് ഒരുപാട് ബോറടിക്കും. ഇങ്ങനെ ബോറടിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അച്ഛന്മാർക്കും അറിയാം. അച്ഛന്റെ കൊച്ചമ്മ ആക്സിഡന്റിൽ മരിച്ചതാണ്. അച്ഛൻ 3 പ്രാവശ്യം ക്യാൻസർ സർജറി കഴിഞ്ഞ 7 സർജറി അല്ലാതെ നടത്തി. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞായറാഴ്ച കുർബാന തലേന്നാണ് ലോകത്തോട് യാത്ര പറയുന്നത്. 56 വർഷമായി സൂക്ഷിക്കുന്ന ബൈബിളുണ്ട് അച്ഛൻ്റെ. അത് 8 പ്രാവശ്യം ബൈൻഡ് ചെയ്യും. വേറൊരു ബൈബിൾ അത് സംസ്കാര സമയത്ത് അത് പെട്ടി അടച്ചു കൂടി. അച്ഛൻ കൊച്ചമ്മ മരിച്ചിട്ടും ഒരു മകൻ വിദേശത്ത് നാട്ടിൽ വരാറില്ല. കൊച്ചമ്മ മരിച്ചിട്ടും ഇത്രയും ത്യാഗങ്ങളെല്ലാം ആ മുഖത്ത് ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ കണ്ടില്ല. പറയുന്ന കാര്യം നെഞ്ചോട് ചേർത്ത് കൈവച്ചു പറയുന്നുണ്ട്. യഹോവ എന്റെ ജീവിതമല്ല, ഞാൻ ആരെ പേടിക്കും? അവൻ എന്റെ ശൈലവും കോട്ടയും, അവൻ എന്റെ സംഗീതവുമാകുന്നു. പ്രിയമുള്ളവരെ, കേട്ടുപഠിച്ചതിനേക്കാൾ ഞങ്ങൾ അച്ഛനെ കണ്ടുപഠിച്ചതാണ്. കാരണം ആ ഒരു ദൈവിക പ്രകാശം എന്ന് പറയുന്ന കാര്യം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പഠിപ്പിക്കണം, യേശുവിനെ പഠിപ്പിക്കണം. വെറുതെ ഫ്രീ ടൈമിലെല്ലാം ഞാൻ പറയട്ടെ, വെറുതെ ഇരിക്കുമ്പോൾ യേശുവിനെ വിളിച്ച് വലിയ ബഹുമാനം വേണ്ട. കാറിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തന്നെ എത്ര ടെൻഷൻ വരുമ്പോഴും യേശുവിനെ വിളിച്ച് ആ അവർ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്. ഞാൻ സാക്ഷാത്കരികളെ എന്റെ പിതാവ് തോട്ടക്കാരൻ. 4ാമത്, ഞാൻ വാതിലാകുന്നു. ഏത് വാതിലടയുമ്പോഴും സീമാ നമസ്കാരത്തിൽ 4 വരെയുണ്ട്. ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിലാണ് അവനെ താഴ്ത്താൻ സാധിക്കുന്നത്. ദൈവം ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ ഉയർത്താനും സാധിക്കണം. ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ താഴ്ത്താനും, ദൈവം ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ ഉയർത്താനും സാധിക്കും. ഇന്നും പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോയാലും പലരും ചിന്തിക്കാറുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ മാസം ഉള്ളതല്ലേ. അവൾ അങ്ങനെ ചിന്തിക്കണം. ദൈവം ഇനി ചിന്തിക്കരുത്. ഇത് ദൈവവിശ്വാസം മക്കൾക്ക് പറ്റിയതല്ല. എന്റെ ദൈവം അറിയാതെ തലയിൽ ഓണം പോലെ കൂടിയില്ല. സങ്കീർത്തനം 5 കാര്യങ്ങൾ ദൈവത്തെ അറിയുന്ന മക്കളെ കുറിച്ച് പറയുന്നത്, നീതിമാൻ വീണാൽ നിർദ്ദേശമില്ല, നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീതിമാൻ ഓർമ്മയിലിരിക്കും, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഏൽക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെ പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. യഹോവയൊക്കെ വിടിവിക്കുന്ന ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ, മുമ്പിലിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠർ, വിടിവിക്കുന്ന ഓരോ ദൈവമക്കളും ഒരു 15 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തർ എടുത്ത് നോക്കി. നമ്മൾ എത്രയോ തവണ കരുതെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ദൈവം നമ്മുടെ ഉള്ളം കൈ കൊണ്ട് നടന്നില്ലേ? അവൻ നമ്മുടെ ഉള്ളം കൈ കൊണ്ടുവന്നത് അവൻ നമ്മുടെ വാതിലാണ്. അവനെ അറിയണം, അവനെ യഹോവ നല്ലവനെന്ന് തിരിച്ചറിയണം. ദൈവികമായി ഞാൻ വാതിലാകുന്നു. പിന്നെ പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. പലരും പറയാറുണ്ട്, ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരല്പം വളവും വക്രതയും. ഒരു വളവും വേണ്ട, ഒരു വക്രതയും വേണ്ട. ദൈവം പറയുന്നത്, നേരുള്ള യഹോവ വിളിച്ചു കുടിക്കും. പഴയ ദൈവം നോക്കി 2 ഹാനോക്കുമാരെ കാണാം. ഒരു ഹാനോക്ക് ദൈവം എഴുതപ്പെട്ട ഹാനോക്ക് 365 വർഷം. പക്ഷേ
ദൈവമക്കളെ മക്കൾക്ക് വേണ്ടി ഒരുപാട് പണം ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല, വീടുണ്ടാക്കി കൊടുക്കുന്നതിലല്ല, അതിനേക്കാൾ ഉപരിയായി എന്റെ കുഞ്ഞിനെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം, ദൈവത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണ്? സദൃശവാക്യം 6-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ. കൽപ്പനയുടെ ദീപവും ഉപദേശങ്ങളുടെ വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസ്ത്രങ്ങൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അതിന് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. കൽപ്പനയുടെ ദീപവും ഉപദേശങ്ങളുടെ വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസ്ത്രങ്ങൾ ജീവന്റെ മാർഗമാണ്. നീ നടക്കുമ്പോൾ അതിന് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. അപ്രകാരമുള്ള ആത്മീയ അനുഭവത്തിൽ നമ്മുടെ വരും തലമുറയെ വളർത്തണം. ഞാൻ വാതിലായി, വഴി, സത്യം, ജീവനായി. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകും. വിശുദ്ധ കുർബാന ഓരോ അന്തരങ്ങളിലും വെച്ച് തരുമ്പോൾ പറയുന്നുണ്ട്, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയെ സത്യവിശ്വാസത്തിനും നൽകപ്പെടുന്നു. പലപ്പോഴും ഇന്നും ചിലർ ചിന്തിക്കാറുണ്ട്, അച്ഛാ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, കുർബാനമാണ്, എന്റെ തെറ്റ് ദൈവം മാറുമോ? ദൈവമക്കളെ, ദൈവം ഓർക്കുന്നവനല്ല, അവൻ മറക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്. അങ്ങനെയാണ് നമ്മൾ ഓർക്കണം. ആരുടെയും കിടക്കങ്ങളും വിരോധങ്ങളും ഉള്ളിൽ നടക്കരുത്. നന്ദിനം പാടാൻ സാധ്യമാകില്ല. ജീവന്റെ അപ്പമായി കുർബാന കൊടുക്കുന്ന ദൈവമക്കളെ വീണ്ടും പഴയപടിക്ക് പോകരുത്. പണ്ട് 4 പേർ ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പൈലറ്റ് എടുക്കണം. അപ്പനും അമ്മയും 2 മക്കളും. ഉടനെ പൈലറ്റ് പറഞ്ഞു, ഒരു ടൂറിസ്റ്റ് ഗൈഡ് വിനോദത്തിന് വേണ്ടി ഫ്ലൈ ചെയ്യാനായിട്ട് വന്നതാണ്. ഉടനെ അവരോട് പൈലറ്റ് 4 പേർക്ക് കയറാൻ പറ്റില്ല, 2 പേരെ കൊണ്ടുപോകാം. ഉടനെ ഒരു 4 പേരോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ഇതുപോലെ വന്നതാണ്, ഈ ഹെലികോപ്റ്ററിലാണ് പോയത്, 4 പേർക്ക് ഒരുമിച്ച് യാത്ര. അന്നത്തെ പൈലറ്റ് കൊണ്ടുപോകും. ഉടനെ പൈലറ്റ് പറഞ്ഞു, നിങ്ങൾ 4 പേർക്ക് ഒരുപോലെ സമ്മതിച്ചാൽ എനിക്ക് ഗ്യാരണ്ടി കൊണ്ടുപോകാം, 4 പേരും അതിനകത്ത് കയറി. പക്ഷെ പറഞ്ഞോട് കുറെ ഫ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തലകുത്തി കുറ്റിക്കാട്ടിൽ വീണു. ആർക്കും പരിധി പറ്റിയില്ല. പൈലറ്റ് പറഞ്ഞു, നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ഇത് 2 പേർക്ക് പറ്റും. നിങ്ങളാണ് പറഞ്ഞത്, ഞങ്ങൾ 4 പേര് 2 വർഷം മുമ്പ് പോയതാണ്, ഒരുപോലെ നമുക്ക് ഞങ്ങൾ 4 പേര് ഇതുപോലെ പോയി ഇവിടെ തന്നെ കഴിയുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്തത് മാത്രമല്ല, എത്ര സമ്മതിച്ചു കൊടുത്തു. നമുക്ക് അവരുടെ പറ്റിയാൽ ഇന്നലെ നമുക്ക് ദൈവം ഒരു പാഠങ്ങൾ തരും, ഗുണപാഠങ്ങൾ തരും. അത് വേറെ മണ്ടേ വെക്കാനുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റേതാണെന്ന് അറിയാം. സ്വന്തം തെറ്റ് മനസ്സിലാക്കാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അത് തിരുത്താത്തതാണ് മറ്റൊരു തെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് അവനവന്റെ തെറ്റ് മനസ്സിലാക്കാത്തത്, അവ തിരുത്താത്തതാണ് മറ്റൊരു തെറ്റ്. നാം നമ്മെ തിരുത്തുമ്പോൾ ലോകത്തിൽ ഒരു മോശം കുറയും. നാം നമ്മെ കറക്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിൽ ഒരു ജ്ഞാനി വരും. നാം നമ്മെ കറക്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിൽ ഒരു വിദ്യ വരും. നാം നമ്മെ കറക്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിൽ ഒരു ഭക്തൻ വരും. അവനവന്റെ കുറവുകളെ കണ്ടുപിടിക്കാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഓർമ്മിക്കാതിരിക്കാൻ. ഒരാൾ ചെറിയ നല്ല രീതിയായി അദ്ദേഹത്തോട് ചോദിച്ചത്, അവർ പറഞ്ഞ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാറില്ല. ഒരിക്കലേ തുണി തേച്ചോണ്ടിരുന്നു, പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. റെസീവറാണെന്ന് പറഞ്ഞ് ഇതെടുത്ത് ചെവിക്ക് വെച്ചതേപോലെ ഇനി അടുത്ത ചെവി എങ്ങനെ പുള്ളിയെ വെച്ച് പറഞ്ഞത് ആ പൊട്ടൻ എന്നെ കൂടെ വിളിച്ചു. ആരാ പൊട്ടനാരാ? നമുക്ക് ഏത് കുറവ് വന്നാലും മറ്റുള്ളവരെ മണ്ടയൊക്കെ കെട്ടി വെക്കരുത്. ദൈവമേ, ഈ ഭൂമിയിൽ അഭിഷേകന്മാർ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കടന്നു വന്നാൽ എന്റെ ദൈവസ്ഥതയിൽ ദൈവികമായ സംസർഗത്തോടുകൂടി വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ജീവന്റെ അപ്പമായി മറ്റുള്ളവരെ പഠിക്കാനാകില്ല. വിശുദ്ധ കുർബാനയുടെ അവസാനം കാലം ആഴപ്പെടുത്തി വെച്ച് ഒരുവരെ പറയാറുണ്ട്, ഞാനോ ബലഹീനയും ഭാവിയുമായ ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ആത്മബന്ധമാണ് കുർബാനയിൽ. അപ്പോൾ അങ്ങനെ വന്നാൽ അവസാനം ഒരാവശ്യം പറയുന്നുണ്ട്, ഞാൻ നിലനിൽക്കാനും ജീവനുമാണ്. ദൈവങ്ങളുടെ 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച് 7 കാര്യങ്ങൾ യേശുക്രിസ്തുവിലൂടെ സാംശീകരിക്കുമ്പോൾ നമ്മളൊരു അഭിഷേകത്തിന്റെ ബലത്തിൽ ജീവിക്കാൻ 4 പ്രതിജ്ഞ കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിക്കും. ഈ ധർമ്മീയത പാടാൻ ദാവീദ് തന്റെ സങ്കീർത്തനത്തിലൂടെ 4 പ്രതിജ്ഞകൾ പറയുന്നു. അതിൽ ആദ്യത്തെ പ്രതിജ്ഞയാണ് 23-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം എന്നോട് ഒരുമിച്ച് എല്ലാവരും പറഞ്ഞു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മൾ സമയം കിട്ടുമ്പോഴത്തെ പള്ളി ആരും കാണില്ല, ആരും അറിയില്ല. ഹൃദയം വളർന്ന്
വെറുതെ എഴുതി. വെറുതെ എഴുതും. ഫ്രിഡ്ജിനകത്ത് പച്ചവെള്ളം വെക്കും, നടക്കുന്ന അറിയില്ല. ഈ അച്ഛന്മാർ പള്ളി കഴിക്കുന്നത് നിങ്ങൾ അറിയാവുന്ന എത്ര രഹസ്യപ്രാർത്ഥന അച്ഛന്മാർ നമുക്കറിയാം. ഇല്ലെങ്കിൽ നമ്മളെ ഭരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞങ്ങളുടെ ഭരണമല്ല, ഞങ്ങളുടെ ശുശ്രൂഷയാണ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം ഇനി നമ്മളെന്തിനാ പള്ളി പോകുന്നറിയും. നമ്മളൊരു പള്ളിയായി മാറാൻ, മനസ്സിലായി, നമ്മളൊരു പള്ളിയായി മാറാൻ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം ദേവാലയത്തിൽ നമ്മുടെ കാൽപാദങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ കൂടി വേണം. ആരും അറിയണ്ട കിട്ടുന്ന പവർ അത്ര വരാൻ. അപ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ ദാവീദ് പറഞ്ഞു തരുന്ന ആദ്യത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതിജ്ഞ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. രണ്ടാമത്തെ പ്രതിജ്ഞ കടപ്പാടിന്റെ പ്രതിജ്ഞ. 34-ാം സങ്കീർത്തനം ആദ്യ വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. ഞാൻ യഹോവ നല്ലത് തിരിച്ചറിയുകയും അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവും. പ്രിയമുള്ളവരെ, കടപ്പാട് മറക്കരുത്. കടമന്റെ രാവിലെ തോന്നിയത് കവിതയിൽ ഒരു വരിയുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളായെന്ന്. അക്സയയിൽ പ്രാർത്ഥനയാണ് സദർ തന്റെ ആത്മകൂട്ടത്തിന് വേണ്ടി ബലിയായിത്തീരുന്ന ഉത്തമയെ എന്ന സ്തുതി ഭൂമിയെ പങ്കെടുക്കയായ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ ആരാധന തീർക്കുകയും നിന്റെ സുരക്ഷിതരുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്നേഹിക്കുന്നവരായ ഗോപന്മാരുടെയും പാടുന്ന സ്തോത്രന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസ്വാസമുണ്ട്. നിന്റെ ജനത്തിന് പാപപരിഹാരം സൃഷ്ടി മുഴുവനും വേണ്ടി മോചനം ഞാൻ യാചിക്കുന്നു. ഇന്നത്തെ വലിയ സ്ഥിതികളുടെ അച്ഛന്മാരുടെ ശ്രദ്ധകളിൽ മറക്കരുത്. കർത്താവെ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമർത്ഥമായ സ്ഥിതിപ്പെട്ടാതെ തോന്നുന്നു. നിന്റെ ഇടവയെ ആളുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകണമേ. കടക്കാരുടെ അടച്ചിലിനെ കീഴിക്കളയണമേ. പാപിയുടെ കടങ്ങളെല്ലാം ക്ഷമിക്കണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും എന്റെ ദൈവമേ ഓർമ്മയിൽ നിന്നും വായിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയവർ ഈ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുമാറാകണമേ. ഇതെല്ലാം കടപ്പാടിന്റെ. ഈ കടപ്പാടിൽ ഒരു കണക്ഷനോട് പറയട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ദൈവം കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ പറയാം. അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചേർന്ന് നൽകി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. 9 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് കൊടുക്കാം? സ്നേഹത്തോട് അമ്മയെ വിളിക്കണം. 2 ദിവസം മുമ്പ് 90 വയസ്സുള്ള അമ്മയെ ഞാനാണ് വിളിച്ചത്. എനിക്കൊരു ലജ്ജയില്ല. കാരണം അവരാരെന്ന് കേട്ടോർത്ത് കഴിഞ്ഞാൽ നോക്കുക, സൂര്യനെ നോക്കി വളരുന്ന സൂര്യന്റെ അടുത്ത് മുട്ടാറില്ല. അതാണ് അമ്മയപ്പന്മാർ. മറക്കല്ലേ പ്രിയമുള്ളവർ, സൂര്യനെ നോക്കി വളരുന്ന സൂര്യന്റെ അടുത്ത് മുട്ടാറില്ല. അവരതാണ്. നമ്മൾ എത്ര വളർന്നാലും അമ്മയപ്പന്മാരുടെ കാലത്തിൽ വളരണം. അവരെ വേദനിപ്പിക്കരുത്. കേരളത്തിൽ നിർത്തുമാനം 58ആയി. ഈ നാട് നശിക്കാൻ മുടിയാനുള്ള മെയിൻ കാരണം ഇതാണ്. ഞാൻ ചോദിക്കുകയാണ്, മുണ്ട് മൂക്കി കൊടുത്ത് പട്ടിണി കിടന്ന് നമ്മളെ വളർത്തിയത് കണ്ണീർ കുടിപ്പിക്കാനാണോ? ഈ കടപ്പാട് മറക്കരുത്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അഭിഷിക്തന്മാർ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവർക്ക് അറിവില്ലായ്മ കാണാം, കുറവ് കാണാം, ഒക്കെ കാണാം. കാലുകളിൽ വേദനയോടെ കിടക്കുമ്പോഴും യോഹന്നാനെ നോക്കിക്കൊണ്ട് യേശു നിന്റെ അമ്മ. കടപ്പാടിന്റെ മൂന്നാമത്തെ പ്രതിജ്ഞ 55-ാം സങ്കീർത്തനം 16-17 വാക്യം, നിഷ്ഠയുടെ പ്രതിജ്ഞ. എന്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എന്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്ത് കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം വിശദീകരിക്കുന്ന ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞു. ജീവിതത്തിന് ഒരു നിഷ്ഠയുണ്ടായിരിക്കണം. അച്ഛൻ അടുത്തിടെ പറഞ്ഞ സത്യം കൃത്യം വൃത്തി അടി നാനാക്കുള്ളിൽ. നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, സത്യം കൃത്യം വൃത്തി അടി നാനാക്കുള്ളിൽ. എന്തോ സഹോദരങ്ങളെ കണ്ടിട്ടുണ്ടോ? വൈകിട്ടാകുമ്പോഴേക്കും വൃത്തം തൂത്ത് വെള്ളം കൊള്ളി പൂജാമുറി കയറി കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. അതൊരു നിഷ്ഠയായിരിക്കും. വൈകിട്ടും രാവിലെ പ്രാർത്ഥിക്കുന്ന ഭവനം ഒരു പ്രകാശം. സന്ധ്യ ആയി കഴിഞ്ഞാൽ മൊബൈലിൽ വിളിച്ച് TV ഒന്നും കാണാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ പക്ഷേ 22 വർഷമായി സിനിമയിൽ കണ്ടിട്ട് പിന്നെ ചെറിയ നന്മകൾ അതിനെ കാണുന്നില്ല. കാരണം ഇതൊന്നും വലിയ റിയാലിറ്റിയാണ്. നമ്മൾ പഠിക്കണം. 2 ദിവസം മുമ്പ് ഫാദർ പറഞ്ഞ നോക്കോ, നിങ്ങൾ സിനിമാക്കാരുടെ പുറകെ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാരമാകണം. നിങ്ങൾ സിനിമാക്കാരുടെ പ്രകാരം പോലെ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം അത് നിഷ്ഠയുടെ ജീവിതമാണ്. വരും തലമുറയ്ക്ക് എന്ത്
എന്ത് മന്ത്രമാണ് കാണിക്കുന്നത്? ചന്ദനം ചുമന്നാൽ ചന്ദനം അടക്കും, ചാണകം ചുമന്നാൽ ചാണകം അടക്കും. നിഷ്ഠയായ പ്രാർത്ഥിക്കുന്ന ഏത് മാതാപിതാക്കളുടെ മക്കളാണ് നശിച്ചത്? ഒരു കുടുംബ തലത്തില്ല. മക്കൾ ഒരുപക്ഷെ കുട്ടികളെ വന്നാലും തിരികെ ഈ അപ്പന്റെ മുമ്പിൽ വരും, അമ്മയുടെ മുമ്പിൽ വരും. അമ്മമാരോട് കണ്ണുനീരാണ്, നമ്മൾ അനുഭവിക്കുന്ന വെയിലാണ് ഈ തലമുറയുടെ തണൽ മാറ്റത്. കാഞ്ഞിരത്തിൽ കുത്തി മുട്ടുപുറത്തു കൊടുത്ത് നടുവുകുലിഞ്ഞ് ഭൂമിയിൽ പോയ പൂർവികരെ നമ്മൾ മറന്നുപോകരുത്. അവർ കാണിച്ച നിഷ്ഠ മറന്നുപോകരുത്. നിഷ്ഠയുടെ പ്രതിജ്ഞ. നാലാമത് പറയുന്നത് ത്യാഗത്തിന്റെ പ്രതിജ്ഞ. 119 സങ്കീർത്തനം 62 വാക്യം. നിന്റെ നീതിയുള്ള വിധികളെ ഹേതുവായി നിന്റെ സ്വപ്നം ചെയ്യുവാൻ ഞാൻ അർത്ഥരാത്രിയിലായിരുന്നു. ക്രൈസ്തവന്റെ സാക്ഷി എന്ന് പറയുന്നത് മക്കളെ അതൊരു സഹനമാണ്. അതൊരു സഹനമാണ്. ഞാൻ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ ത്യാഗം. എനിക്ക് ദൈവം തരുന്ന ഭാര്യ, ദൈവം തരുന്ന ഭർത്താവ്, അതൊരു സഹനമായ ഏത് കുടുംബവും ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമില്ലാത്ത ഒരു കുടുംബം ഞാൻ കണ്ടിട്ടില്ല. ഒരു കുടുംബം കണ്ടിട്ടില്ല. വീട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, വിവാഹം അവസാനിക്കപ്പെടാം രണ്ടുപേരും ഒരാൾ മരിക്കപ്പെടാം. ശരീരം വാഴണമെന്നാളും അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. ഇത് മുറിയാതിരിക്കണമെങ്കിൽ പള്ളിയിൽ വിവാഹോപദേശം കഴിഞ്ഞാൽ ഉടനെ ട്രസ്റ്റി ഒരു ബൈബിള് അച്ഛനെ ഒപ്പിടിച്ച് പണവാളനെ മറവാട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അത് നെഞ്ചോട് ചേർത്ത് വെക്കണം, നെഞ്ചോട് ചേർത്ത് വെക്കണം. മാത്രമല്ല, എനിക്ക് ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന ഭർത്താവ് സഹനത്തോടു കൂടി കാണണം. സ്ത്രീകൾ കുടിക്കുന്നത് 3 ഇല എടുക്കാം, പക്ഷെ പുറത്ത് 2 ഇല കാണുള്ളൂ. ഇതവരാണ് വിവാഹോപദേശം. മണവാളന്റെ മറവാട്ടിന്റെ അടിയിൽ അച്ഛനെ ദൈവത്തും പിന്നെ കൈവിടും. നീ മരണം വരെ എന്റെ ദൈവം തന്ന ഭാര്യ ഭർത്താവിനെ പൊന്നുപോലെ നോക്കണം. ഏത് ത്യാഗത്തിലും അതെന്താ തിരുവചനം വായിച്ചാൽ മതി. ഇവിടെ എന്റെ ഭദ്രാസനത്തിൽ എന്റെ പള്ളിയിലെ സെക്രട്ടറി 119 സങ്കീർത്തനം കാണാതെ പറയും. ഇന്നത് പറഞ്ഞു നോക്കി. ഞാനത് അന്നേരായ വിശ്വാസം വന്നപ്പോൾ അവർക്ക് ഒരു 1000 രൂപയായി അച്ഛൻ തന്നെ 2 പുസ്തകം കൊടുത്തു. മണിമണി പോലെ 119 സങ്കീർത്തനം നിർത്താതെ പറയും. അത് കുടുംബജീവിതം പോലെയാണ്. അപ്പൊ ഞാനവിടെ ചെയ്യുന്നപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, ഒരു വർഷത്തിനുള്ളിൽ 119 സങ്കീർത്തനം വികാരിച്ചതിനെ കാണാതെ പറയുന്നവർക്ക് 1000 രൂപ ഞാൻ കൊടുത്തേക്കാം. ഉടനെ കല്ലപ്പള്ളിയിൽ ഒരു കൈ പകുതി പറഞ്ഞാൽ 5 രൂപ തരാമോ? മോനെ നീ പകുതി ഒന്നും പറയണ്ട, പൈസ ഫിക്സഡ് ആയിരുന്നില്ല. നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ സഹനങ്ങളിലൂടെ ഈ ബൈബിളൊക്കെ വായിച്ചു പഠിക്കണമെന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണിക്കുക എന്റെ ബൈബിൾ എന്റെ മൊബൈലിൽ കിടക്കുന്ന 2432 പ്രസംഗമാണ്. എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് അച്ഛനായി കുറച്ച് ഉഴപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ ഏകദേശം 1000 വാക്കുകൾ കാണാൻ പഠിച്ചു. ഇനി എനിക്ക് 1000 കൂടെ പഠിക്കണം. എന്റെ പവറാണെന്ന് അറിയാം. അടുക്കളയിൽ പഠിച്ച വാക്യങ്ങളാണ്. യെശയ്യാവ് 40:12 തന്റെ ഉള്ളംകൈയിൽ വെള്ളമെടുക്കി ചാണകം ആകാശത്തിന് പരിമാണമാക്കി ഭൂമിയെ പൊടി നാഴിയിൽ കൊള്ളിക്ക് പർവ്വതങ്ങളെ വെള്ളിക്കോർക്കുന്നു കുന്നുകളെ വെള്ളി തുലാസിൽ തൂക്കി ചെയ്യുന്നവനാ സദൃശവാക്യം 34 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങിയവനാ ആഴിയത്തിന്റെ കൂടിയുണ്ട് വേർതിരിച്ചവനാ വെള്ളത്തിൽ തന്റെ വസ്ത്രത്തെ പിടിച്ചു കെട്ടിയവനാ അവന്റെ പേരെന്ത് അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? അതറിയണം. സാക്ഷാൽ ദൈവം, സാക്ഷാൽ യേശുക്രിസ്തു, സാക്ഷാൽ പരിശുദ്ധ രൂപ. അതാണ് നമ്മൾ ചൊല്ലുന്ന പിതാവിനും പരിശുദ്ധ മക്കൾ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ഈ ധനുഗീതത്തിന്റെ മക്കളായി കോന്നിയിൽ പൂവൻപാറയിൽ വന്ന ദൈവമക്കൾക്ക് ദാവീദിനെ പോലെ ധനുഗീതം പാടാൻ ഞാൻ ആദ്യം പറഞ്ഞു. 2 സാരാംശങ്ങൾ വേണം. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. 3 കാര്യങ്ങൾ ക്രമീകരിക്കണം. Could be united, need to be sanctified, taken to be broken. 7 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാമം, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ഗുരുവായ ലഭിക്കുന്ന ഹൃദയം, ദോഷത്തിനായി കൊടുക്കുന്ന കാര്യം, പോഷകമായ സാക്ഷി. 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ 7 ദൈവം ആവർത്തിക്കുന്നില്ല. ഇനി ദാവീദ് ഈ ദാവീദത്തിൽ ഉറച്ചു നിൽക്കാൻ തന്റെ സങ്കീർത്തനത്തോട് നമുക്ക് തരുന്ന 4 പ്രതിജ്ഞകളുണ്ട്. ഒന്ന്, വിശുദ്ധിയുടെ പ്രതിജ്ഞ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തനം 23 ലാസ്റ്റ്. 2 കടപ്പാടുകൾ 34 ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാമമേയിരിക്കും. 3
നിഷ്ഠയുടെ തന്നെ 55 സങ്കീർത്തനം 16-17 എന്റെ യഹോവയെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ യഹോവ കേൾക്കും, ഞാൻ വൈകുന്നേരത്തെ കാലത്ത് ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ചതായി. 4 ത്യാഗത്തിന്റെ ഹൃദയം. ജീവിതത്തിൽ ഒരു സഹനം, ത്യാഗം, കുടുംബജീവിതത്തിൽ ഇതൊക്കെ സഹിച്ചാൽ മാത്രമേ നമ്മളെല്ലാം കഴിഞ്ഞ ഒരു ശബ്ദമുണ്ട്, നീ എന്നോടുകൂടെ പരദീസിലേക്ക്. എല്ലാവരും നമ്മളെ പഠിക്കുന്നു. ആരെ തെറ്റിദ്ധരിച്ച് ആരെ നന്നാക്കാൻ പ്രയാസമാണ്, പക്ഷെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കൊച്ചു സംഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. നമ്മളെല്ലാം കഴിഞ്ഞ 8 മാസം മുമ്പ് കേട്ടതാണ് അർജുനനെ കാണാൻ. പക്ഷെ എനിക്കൊരു സംഭവമുണ്ട്, അതുകൂടെ പറഞ്ഞു നിർത്താം. അർജുനൻ വന്നില്ല. എന്താണ് പറയുന്നത്? എന്റെ മരിച്ചുപോയ സഹോദരന്റെ കൂട്ടുകാരനാണ് അർജുനൻ. അവർ ഒരുമിച്ച് പോയി, എക്സൈസ് വർക്കുകളൊക്കെ ഒരുമിച്ച് പോയി. അദ്ദേഹത്തിന് ഈ അർജുനന്റെ 3 സഹോദരന്മാരുടെ വിവാഹം എന്റെ ചേട്ടൻ 2-3 ദിവസം അവിടെ പോയി നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ആ വിവാഹമൊക്കെ നടന്നത്. ഉടനെ ആ അർജുനൻ എന്റെ ജ്യേഷ്ഠൻ ഒരു വാക്ക് കൊടുത്തു, പൗർട്ടി നിന്റെ സഹോദര ഒട്ടമുടയ്ക്ക് കല്യാണത്തിന് ഞാനാണ് ഫുൾ അവിടെ കാണും. പക്ഷെ അർജുനൻ വന്നില്ല. എന്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും വിഷമമായി. ധാരാളം പേര് വന്നെങ്കിൽ അർജുനൻ വന്നില്ല. ഒരു തീരുമാനമെടുത്തു, നീ എന്ന് അർജുനനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ തെറി വിളിക്കും, അല്ലെങ്കിൽ അവനെ അടിക്കും. അത്ര വിഷമമുള്ളത്. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു, അർജുനന്റെ വീട്ടിൽ നിന്നാണ് വന്നത്. ജ്യേഷ്ഠൻ ഫോൺ എടുത്തതും ഒന്നും കേൾക്കാതെ തിരിച്ചു പറയും. തെറിക്ക് തുല്യമായ രീതിയിൽ തന്നെ അത്ര കലങ്ങളാണ് പറയുന്നത്. ഏതാണ്ട് ഒരു നിർത്താതൊന്നും വേണ്ടി പറഞ്ഞപ്പോൾ ഈ ഫോണിലൂടെ പറഞ്ഞു, ബാബുളിച്ച ഞാൻ അർജുനനല്ല, ചന്ദ്രനാണ്. അവിടുത്തെ സഹോദരന്റെ പട്ടമ്പുഴയുടെ 2 ദിവസം മുമ്പ് കൈറ്റുമോണ്ടയുമായി ചിന്നക്കടയിലൊക്കെ തുടങ്ങിയപ്പോൾ ഒരു തമിഴ്നാട് രോഗികൾ വിളിച്ച് അർജുനൻ ചേട്ടൻ മരിച്ചു. പ്രിയമുള്ളവരെ, എന്റെ ചേട്ടൻ തറയിൽ ഇരുന്നു അറിഞ്ഞില്ല. നമ്മളിങ്ങനെ വളരെ പഠിക്കണം. വെറുതെ തുലമുറാൻ വിളിച്ച മനുഷ്യരെ